ഹരിയും. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് രോഗഹര ശ്രീ ഗുരുവാത പുരാധിപാഷ്ടകം എന്ന കൃതിയെക്കുറിച്ചാണ്. അഷ്ടകം എന്നാൽ 8 ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള സ്തോത്രം. ഈ കൃതി സ്തുതിക്കുന്നത് സാക്ഷാൽ ഭഗവാൻ ഗുരുവായൂരപ്പനെയാണ്. അതുകൊണ്ട് ശ്രീ ഗുരുവാത പുരാധിപ അഷ്ടകം എന്ന് പേര്. ഇതിൻ്റെ ലക്ഷ്യം നമ്മുടെ എല്ലാ രോഗങ്ങളുടെയും ശമനമാണ്. അതുകൊണ്ട് രോഗഹരം. അപ്പോൾ രോഗഹര ശ്രീ ഗുരുവാത പുരാധിപാഷ്ടകം എന്ന പേര് ഈ കൃതിക്ക് അങ്ങനെ ലഭിച്ചു. ഇതിലെ ഓരോ ശ്ലോകവും ചൊല്ലി അതിൻ്റെ അർത്ഥത്തെ ചെറുതായിട്ടൊന്ന് ധ്യാനിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. അഥ രോഗഹര ശ്രീ ഗുരുവാത പുരാധിപാഷ്ടകം. ഗുരുപുരമന്ദിര ഗോകുലസുന്ദര ഗോപപുരന്ദര ഗോപതനോ ഗുണഗണസാഗര ഭക്തശിവങ്കര കൗസ്തുഭകന്ധര കേലിതനോ ഗണപതി ഹോമജ ധൂമസുവാസിത ഗവ്യപയോർപ്പണ തുഷ്ടമതേ ജയ ജയ ഹേ ഗുരു വാതപുരാധിപ രോഗമശേഷം അപാകുരു മേ. ഇതാണ് ആദ്യത്തെ ശ്ലോകം. ഭഗവാനെ വിളിക്കുകയാണ്. പല പേരിൽ ഭഗവാനെ വിളിച്ച് ഭഗവാനോട് തൻ്റെ എല്ലാ രോഗത്തെയും ഇല്ലാതെയാക്കാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പം ആദ്യമായി തന്നെ ഭഗവാനെ വിളിക്കുന്ന പേര് വളരെയധികം പ്രസക്തമായ ഒരു പേരാണ്. ഗുരുപുര മന്ദിര എന്നാണ് ഭഗവാനെ വിളിച്ചിരിക്കുന്നത്. ഗുരുപുര മന്ദിര. ഗുരു എന്നാൽ ദേവഗുരുവായ ബൃഹസ്പതി, പുരം എന്നാൽ പട്ടണം, മന്ദിരം എന്നാൽ ക്ഷേത്രം, അമ്പലം. ദേവഗുരുവായ ബൃഹസ്പതിയാൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പുരത്തിൽ വസിക്കുന്നവൻ, അതിനെ തൻ്റെ ആലയമാക്കിയവൻ, അഥവാ ആ പുരത്തിൽ ക്ഷേത്രത്തെ നിർമ്മിച്ചവൻ എന്നെല്ലാം അർത്ഥത്തിൽ ഗുരുപുര മന്ദിരനാണ് ഭഗവാൻ. ഭഗവാന്റെ സ്ഥൂലമായ വിഗ്രഹത്തിൻ്റെ ഭാവത്തെയാണ് ഇവിടെ ആദ്യം സൂചിപ്പിക്കുന്നത്. അതായത് നമുക്കെല്ലാം അറിയാവുന്ന ഗുരുവായൂരിൻ്റെ ഐതിഹ്യം. ആദ്യ കാലങ്ങളിൽ കൃഷ്ണിയും സുതപസ്സും ബ്രഹ്മാവിൽ നിന്നും ലഭിച്ചിട്ടുള്ള ദിവ്യ വിഗ്രഹത്തെ, ചതുർബാഹുവായ അഞ്ജനാശിലയിൽ തീർത്തിട്ടുള്ള വിഗ്രഹത്തെ ഉപാസിച്ചു. അതുകൊണ്ട് അവർക്ക് കൃഷ്ണിഗർഭൻ എന്ന മകൻ ലഭിച്ചു. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അദിതിയും കശ്യപനും ഇതേ വിഗ്രഹത്തെ വീണ്ടും ഉപാസിച്ചു. അതായത് കൃഷ്ണിയുടെയും സുതപസിൻ്റെയും പുനർജന്മമായിരുന്നു അദിതിയും കശ്യപനും. അവരുപാസിച്ച് അവർക്ക് ലഭിച്ച മകനാണ് വാമനമൂർത്തി. അത് കഴിഞ്ഞ് വീണ്ടും ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും ദേവകിയും വസുദേവരുമായിട്ട് ജനിച്ചു. അവരവിടെ ഈ വിഗ്രഹത്തെ ഉപാസിച്ചു. അതിലൂടെ അവർക്ക് പുത്രനായിട്ട് സാക്ഷാത് നാരായണൻ തൻ്റെ പൂർണ്ണഭാവത്തിൽ അവതരിച്ചു. അവർക്ക് മോക്ഷവും നൽകി. ആ ഭഗവാൻ നാരായണൻ, ആ സാക്ഷാത് ശ്രീകൃഷ്ണമൂർത്തിയും ഈ വിഗ്രഹത്തെ ഉപാസിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ വിഗ്രഹത്തെ അദ്ദേഹം ദ്വാരക ലയിക്കാൻ പോകുന്ന സമയത്ത് ഉദ്ധവർക്ക് കൊടുത്തുവെന്നും, ഉദ്ധവര് ബദ്രികാശ്രമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തൻ്റെ ഗുരുവായ ബൃഹസ്പതിയുടെ കയ്യിൽ ഇത് ഏൽപ്പിച്ചുവെന്നും, ബൃഹസ്പതി തൻ്റെ ശിഷ്യനായ വായു ഭഗവാനെ വിളിച്ച്, കാരണം വായു ഭഗവാൻ സർവ്വവ്യാപിയാണ്, അപ്പോൾ ഏറ്റവും അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ പറഞ്ഞു. വായു ഭഗവാൻ അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തി. അതാണ് ഗുരുവായൂർ എന്ന് പറയുന്ന സ്ഥലം. അവിടെ അവർ വന്നു. അവിടെ യോഗമായ ഭഗവതിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ആ അമ്മ ഇരിക്കുന്ന പീഠത്തിൽ നിന്നും അമ്മ മാറിക്കൊടുത്തു. അങ്ങനെ ഇടത്തരികത്ത് കാവിലമ്മയായിട്ട് അമ്മ ശോഭിച്ചു. ആ പീഠത്തിൽ അവിടെ സാന്നിധ്യമുണ്ടായിരുന്ന രുദ്രൻ, ജലത്തിലായിരുന്നു രുദ്രന്റെ സാന്നിധ്യം. അതുകൊണ്ടാണ് ആ തീർത്ഥത്തിൽ നിന്നും രുദ്രതീർത്ഥം എന്ന പേര്. അവിടെ ശ്രീരുദ്രൻ പ്രത്യക്ഷപ്പെട്ട് ഈ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചു. അപ്പോൾ ഗുരുവും വായുവും തിരഞ്ഞെടുത്ത സ്ഥലമായതുകൊണ്ട് ഗുരുവായൂർ, ഗുരുപവനപുരി എന്നെല്ലാം ആ സ്ഥലത്തിന് പേര് വന്നുവെന്നും അവിടെ മഹാദേവൻ പ്രതിഷ്ഠിച്ച വിഗ്രഹമാണിതെന്നുമാണ് ഐതിഹ്യം. അപ്പോൾ ആ ഐതിഹ്യത്തെ സൂചിപ്പിക്കുന്ന പദമാണ് ഗുരുപുര മന്ദിരം. ഗുരുവും വായുവും കൂടി തിരഞ്ഞെടുത്തിട്ടുള്ള പുരത്തിൽ, അഥവാ അവരുടെ പേരിൽ പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള പുരത്തിൽ വസിക്കുന്നവൻ, അതിനെ തൻ്റെ മന്ദിരമാക്കിയവൻ ഗുരുപുര മന്ദിരൻ. ഇപ്പൊ ഭഗവാന്റെ ഭാവം ഇവിടെ ഒരു ക്ഷേത്രത്തിനകത്തുള്ള ചൈതന്യമായിട്ട് സൂചിപ്പിച്ചു. ഇനി ഭഗവാന്റെ സ്വരൂപം എന്താണ്?
ഏത് ഭാവത്തിലാണ് ഭഗവാൻ ഇവിടെ ശോഭിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള മറുപടിയും ഇവിടെയുണ്ട്. ഗുരു എന്നാൽ വലുത് എന്നർത്ഥമെടുക്കാം, പുരം എന്നാൽ ദേഹം എന്നർത്ഥമെടുക്കാം. അപ്പോൾ വലിയ ദേഹത്തെ തൻ്റെ മന്ദിരമാക്കിയവൻ, തൻ്റെ ക്ഷേത്രമാക്കിയവൻ, അതായത് വലിയ ദേഹത്തിൽ വസിക്കുന്നവൻ. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ദേഹങ്ങളെയും ചേർത്ത് ആ സമുച്ചയത്തെ മുഴുവൻ നമ്മൾ ഒറ്റയ്ക്ക് ഒരു ദേഹമായിട്ടെടുത്താൽ അതാണ് വിശ്വം അഥവാ പ്രപഞ്ചം. അതിൽ മുഴുവൻ സൂക്ഷ്മമായി വ്യാപിച്ചിരിക്കുന്നവൻ വിഷ്ണു. അപ്പോൾ ഭഗവാന്റെ ഏറ്റവും വലിയ ദേഹം വിശ്വം തന്നെയാണ്. അതിൽ വസിക്കുന്ന സാക്ഷാത് വിരാട് സ്വരൂപനാണ് ഭഗവാൻ. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ ഇവിടുത്തെ ഭാവം എന്താണെന്ന് ഈ പദത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ദേവകിയും വസുദേവരും ഉപാസിച്ച് അവർക്ക് കിട്ടിയ ദർശനം എന്താണെന്ന് ഭാഗവതം പറയുന്നുണ്ട്. അദ്ഭുത ബാലകനായിട്ടാണ് അവർ ഭഗവാനെ കണ്ടത്. 4 കൈകളോട് കൂടിയ അദ്ഭുത ബാലകൻ. തമദ്ഭുതം ബാലകം അംബുജേക്ഷണം എന്ന സ്തോത്രം എന്ന ശ്ലോകം ഭാഗവതത്തിലുണ്ട്. അപ്പൊ അവിടെ ഭഗവാന്റെ വർണ്ണനയുണ്ട്. ഭഗവാന് 4 കൈകളുണ്ട്, അതിൽ ശംഖ്, ചക്രം, ഗദ, പത്മമൊക്കെ ധരിച്ചിട്ടുണ്ട്. അദ്ഭുത ഭാവത്തിലാണ് ഭഗവാൻ ശോഭിച്ചത്. ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ബാലകനെ അവർ കണ്ടുവെന്ന് പറയുമ്പോൾ അവരുടെ ഉപാസനാമൂർത്തി ആ ഭാവത്തിലായിരുന്നു എന്ന് വേണം ഗണിക്കാൻ. അപ്പൊ ആ ഭാവത്തിലുള്ള മൂർത്തിയാണ് ഗുരുവായൂരിലുള്ളത്. അതുകൊണ്ടാണ് ഉണ്ണിക്കണ്ണൻ എന്ന് ഭക്തർ ഇന്നും വിളിക്കുന്നത് എന്ന് അനുമാനിക്കാം. ഇത് നമ്മൾ ഇതിനു മുമ്പ് വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ അതേസമയം ഈ മൂർത്തി പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം തന്നെയാണ്, നാരായണൻ തന്നെയാണ്, വിരാട് പുരുഷൻ തന്നെയാണെന്നും ഇവിടെ ഈ പദത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു. കാരണം അദ്ഭുത ബാലകനായിട്ട് പ്രത്യക്ഷപ്പെട്ടത് പൂർണ്ണാവതാരമാണ്. അവിടെ എങ്ങനെയാണോ അങ്ങനെയുള്ള അദ്ദേഹം അങ്ങനെ തന്നെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് അതിൽ പറയപ്പെടുന്നത്. ദിശേന്ദുരിവ സുപുഷ്കല എന്നൊരു പ്രയോഗമുണ്ട്. ഭഗവാൻ ജനിക്കുന്ന സമയത്ത് പൂർണ്ണചന്ദ്രൻ വന്ന പോലെ ഭഗവാൻ ആവിർഭവിച്ചു. അപ്പൊ തൻ്റെ പൂർണ്ണ വൈഭവത്തോടു കൂടിയാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ബാലഭാവത്തിലാണെന്നേ ഉള്ളൂ, പക്ഷെ ഭഗവാൻ വിരാട് സ്വരൂപി തന്നെയാണ്, നാരായണൻ തന്നെയാണ്. അപ്പൊ നാരായണ ഭാവത്തിൽ എന്നാൽ ബാലരൂപത്തിലുള്ള ആ ഭഗവാനെയാണ് ഇവിടെ വിളിക്കുന്നത്. അതുകൊണ്ട് ഗുരുപുര മന്ദിര എന്ന് വിളിച്ചിരിക്കുന്നു. ഗോകുല സുന്ദര, ഭഗവാനും കൃഷ്ണനും തമ്മിലുള്ള ആ ബന്ധത്തെ സൂചിപ്പിക്കുകയാണ്. കാരണം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് ഭാഗവതം തന്നെ പറയുന്നു. നാരായണൻ തന്നെയാണ് കൃഷ്ണൻ, കൃഷ്ണൻ തന്നെയാണ് നാരായണൻ. അവതാരം എന്നുള്ള ഭേദം പോലും അവർ തമ്മിൽ കൽപ്പിക്കാൻ പറ്റില്ല. കാരണം പൂർണ്ണസ്വരൂപനാണ് ഭഗവാൻ. അതുകൊണ്ട് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ തന്നെയാണ്, നാരായണൻ തന്നെയാണ്, ഉണ്ണിക്കണ്ണനാണ്. ഇങ്ങനെ എങ്ങനെ വിളിച്ചാലും ഒന്ന് തന്നെയാണ് അർത്ഥം. ഇപ്പൊ ഗോകുല സുന്ദര, സുന്ദരൻ എന്ന് പറഞ്ഞാൽ മനസ്സിനെ ആകർഷിക്കുന്നവനാണ്. മനസ്സിനെ തൻ്റെ സൗന്ദര്യം കൊണ്ട് ആർദ്രമാക്കി അതിനെ ദ്രവിപ്പിച്ച് അതിനെ തന്നിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നവൻ. അതുകൊണ്ട് ഗോകുല സുന്ദരനാണ് ഭഗവാൻ. സുന്ദരൻ എന്ന പദം മാത്രം എടുത്താൽ അത് സൂചിപ്പിക്കാൻ പറ്റുന്ന പദം സാക്ഷാത് ഭഗവാൻ തന്നെയാണ്. ഭഗവാനുള്ള വിശേഷണമാണ് സുന്ദരൻ. ഭഗവാൻ വസിച്ചത് ഗോകുലത്തിലാണ്. അതുകൊണ്ട് ഭഗവാനെ ഗോകുല സുന്ദരൻ എന്ന് വിളിച്ചിരിക്കുന്നു. ആ ഗോകുലത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മനസ്സിനെ ആകർഷിച്ചവനാണ്. അതുകൊണ്ടും ഗോകുല സുന്ദരനാണ്. ഗോപന്മാരുടെയും ഗോപികമാരുടെയും അവിടെ ഉണ്ടായിരുന്ന പശുക്കളുടെയും പശുക്കിടാങ്ങളുടെയും ഒക്കെ മനസ്സിനെ, ആ വനത്തിലുള്ള എല്ലാ മൃഗങ്ങളുടെയും മനസ്സിനെ ഭഗവാൻ ആകർഷിച്ചിരുന്നു. അത്രയും സൗന്ദര്യത്തോടു കൂടിയാണ് ലീലയാടിയത്. അതുകൊണ്ട് ഗോകുല സുന്ദരനാണ് ഭഗവാൻ. ഇനി ഗോ എന്ന ശബ്ദത്തിന് അറിവെന്ന അർത്ഥമുണ്ട്. അങ്ങനെ എടുത്താൽ അറിവിൻ്റെ കുലത്തിൽ ഏറ്റവും സുന്ദരനായിരിക്കുന്നവൻ, അതായത് അറിവ് തേടുന്ന ആൾക്കാർ, അവരുടെ കുലം ഗോകുലം എന്നർത്ഥമെടുക്കാം. അപ്പോൾ സാധക സമൂഹം, ഭക്ത സമൂഹം എന്നൊക്കെ അർത്ഥം വന്നു. അവരുടെ മനസ്സിനെ ആകർഷിക്കുന്നവൻ, കാരണം അവർ തേടുന്ന ആ അറിവ്, ആ പൂർണ്ണത താൻ തന്നെയാണ്. അതുകൊണ്ടും ഗോകുല സുന്ദരനാണ് ഭഗവാൻ. ഗോപപുരന്ദര, പുരന്ദര ശബ്ദത്തിന് ഒറ്റ വാക്കായിട്ടെടുത്താൽ ഇന്ദ്രന്റെ പര്യായ പദമാണ്. അപ്പൊ അങ്ങനെ എടുത്താൽ ഗോപന്മാരുടെ പുരന്ദരനാണ് ഭഗവാൻ, ഗോപന്മാരുടെ ഇന്ദ്രനാണ്. ഏതുപോലെയാണോ ദേവന്മാരുടെ മുഴുവൻ രാജാവായിട്ട് ഇന്ദ്രൻ ശോഭിക്കുന്നത്, അതുപോലെ ഗോപന്മാരുടെ മുഴുവൻ രാജാവായിട്ട് ശോഭിക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ഗോപപുരന്ദരനാണ് ഭഗവാൻ. ഇനി ഗോപവേഷത്തിൽ ലീലയാടിയ പുരന്ധരൻ, ഗോപവേഷത്തിൽ ലീലയാടിയ രാജാവാണ്, ചക്രവർത്തിയാണ് ഭഗവാൻ. അതുകൊണ്ടും ഗോപപുരന്ദരൻ. ഇനി പുരന്ദര ശബ്ദത്തിന്റെ അർത്ഥം സൂക്ഷ്മമായി നോക്കിയാൽ
പുരം ധര എന്ന അർത്ഥം കിട്ടും. അപ്പൊ അവിടെ പുരത്തെ നശിപ്പിച്ചവൻ പുരന്ദരൻ. പുരം എന്നാൽ ദേഹം എന്നർത്ഥം. അപ്പൊ ദേഹത്തെ ഇല്ലാതെയാക്കുന്നവൻ പുരന്ദരൻ. അപ്പൊ ഗോപന്മാരുടെ ദേഹത്തെ ഇല്ലാതെയാക്കിയവൻ പുരന്ദരൻ. ഗോപന്മാരുടെ ദേഹത്തെ ഇല്ലാതെയാക്കി എന്ന് പറഞ്ഞാൽ അവർക്ക് ദേഹത്തിലുള്ള അഹങ്കാരവും മമത്വ ബുദ്ധിയും പൂർണ്ണമായി ഇല്ലാതെയാക്കി. തൻ്റെ ലീലകളിലൂടെ അവരെ ആനന്ദിപ്പിച്ച് അവരുടെ മനസ്സിനെ ഒരു നല്ല ശക്തിയുള്ള കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലെ ആകർഷിച്ചു. ഭഗവാന് കൃഷ്ണൻ എന്ന പേര് കിട്ടാൻ കാരണം അതാണ്, ആകർഷണ സ്വഭാവമാണ്. അപ്പൊ അവരുടെ മനസ്സിനെ തന്നിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്ന് അവരെ ആ ദേഹബോധത്തിൽ നിന്നും മുക്തരാക്കി. അവർക്ക് ദേഹത്തിലുള്ള എല്ലാ ബന്ധനങ്ങളും ഇല്ലാതെയായി. അവർ പൂർണ്ണതയെ നേടി. അതുകൊണ്ടും ഗോപപുരന്ദരനാണ്. അപ്പൊ ആ ദേഹബോധത്തെ സൂചിപ്പിക്കുന്ന പുരശബ്ദം കൊണ്ട് അതിനെ ഇല്ലാതെയാക്കിയവൻ. ഗോപതനോ, തനു എന്നാൽ ദേഹം. ഗോപന്മാരുടെ ഇടയിൽ അവരെ പോലെ വസിച്ചവൻ, ഗോപബാലനായിട്ട് അവതരിച്ചവൻ. ഭഗവാൻ ജനിച്ചത് ദേവകിയുടെയും വസുദേവരുടെയും അടുത്താണെങ്കിലും വളർന്നത് ഗോപന്മാർക്കിടയിലാണ്. നന്ദന്റെ മകനായിട്ടാണ്, യശോദയുടെ മകനായിട്ടാണ്. അപ്പൊ അവരെ പോലെ തന്നെ വേഷം ധരിച്ച് അവരെ പോലെ തന്നെ പ്രവർത്തിച്ചാണ് ഭഗവാൻ ശോഭിച്ചത്. പിന്നീട് പല ലീലകൾ ആടിയിട്ടുണ്ടെങ്കിലും ഭഗവാന്റെ ഏറ്റവും മനോഹരമായ ലീലകൾ ആ ഗോപാലഭാവത്തിലുള്ള ലീലകളാണ്. അപ്പൊ ഗോപാല സ്വരൂപത്തിൽ ഇരിക്കുന്നവനായതുകൊണ്ട് ഗോപതനോ ഭഗവാനെ വിളിച്ചിരിക്കുന്നു. എല്ലാവരെയും രക്ഷിക്കുന്നവനായതുകൊണ്ടും ഗോപതനുവാണ് ഭഗവാൻ. എല്ലാ ദേഹങ്ങളെയും രക്ഷിക്കുന്നവൻ, എല്ലാവരെയും രക്ഷിക്കുന്ന ദേഹത്തോടൊത്തവൻ, അതുകൊണ്ടും ഗോപതനുവാണ്. അപ്പോൾ ഗുരുപുരമന്ദിര ഗോകുല സുന്ദര ഗോപപുരന്ദര ഗോപതനോ ഗുണഗണ സാഗര. ഗണമെന്നാൽ കൂട്ടം, സമൂഹം. ഗുണമെന്നാൽ ത്രിഗുണങ്ങളെ ആദ്യം എടുക്കാം. സത്വം, രജസ്, തമസ്. ഒരു സമുദ്രത്തെ സങ്കല്പിക്കുക. ആ സമുദ്രത്തിൽ നിന്നും ഒരു തിര ഉദ്ഭവിക്കുന്നു. ആ ഉദ്ഭവത്തിന് കാരണമായ ഗുണമാണ് രജോ ഗുണം. അങ്ങനെ ഉദ്ഭവിച്ച തിര കുറച്ചു നേരം നിലനിൽക്കുന്നു. അതിൻ്റെ ആകാരത്തെ അങ്ങനെ അത് നിലനിർത്തുന്നു. ആ നിലനിൽപ്പിന് കാരണമായ ഗുണമാണ് സത്വഗുണം. അത് കഴിഞ്ഞാൽ അത് ക്രമേണ ആ സാഗരത്തിൽ തന്നെ ലയിച്ച് ഇല്ലാതെയാകുന്നു. ആ ലയത്തിന് കാരണമായ ഗുണമാണ് തമോ ഗുണം. ഈ മൂന്ന് ഗുണങ്ങളുടെയും കൂട്ടത്തെ ഇവിടെ ഗുണഗണ ശബ്ദം കൊണ്ട് സൂചിപ്പിച്ചു. അപ്പൊ ത്രിഗുണങ്ങളും ഏതൊരാളിൽ നിന്ന് ഉദ്ഭവിക്കുന്നുവോ ആ സാഗരമായിട്ട് വസിക്കുന്നവൻ. സാഗരത്തിൽ നിന്നും തിരയെ ഉദ്ഭവിപ്പിക്കുന്നതിനെ ഒരു ഉപമയായിട്ടെടുത്താൽ അതുപോലെ വസിക്കുന്നവൻ ഭഗവാനാണ്. അനന്തസ്വരൂപൻ. ഭഗവാനിൽ നിന്നാണ് ഗുണങ്ങൾ ഉദ്ഭവിക്കുന്നത്, ഭഗവാനിൽ നിലനിൽക്കുന്നു, ഭഗവാനിൽ ഇല്ലാതെയാകുന്നു. ഭഗവാന് ഗുണങ്ങളില്ല, നിർഗുണസ്വരൂപനാണ് ഭഗവാൻ. പക്ഷെ ഗുണങ്ങൾ ഉണ്ടാകുന്നത് ഭഗവാനെ ആധാരമാക്കിയാണ്. അതുകൊണ്ട് ഗുണഗണ സാഗരനാണ് ഭഗവാൻ, അനന്തമായ ഭാവത്തിലിരിക്കുന്നവൻ. ഇനി ഗുണം എന്നുള്ളത് സദ്ഗുണങ്ങളായിട്ടെടുത്താൽ ആ ഗുണ സമൂഹങ്ങളുടെ ഒരു സാഗരമായിട്ട് തന്നെ വർത്തിക്കുന്നവനാണ് ഭഗവാൻ. ഭഗവാന്റെ ഗുണങ്ങളെ വർണ്ണിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. 1000 നാവുള്ള അനന്തന് പോലും അത് സാധ്യമല്ല. അത്രയും വൈഭവം ഭഗവാനുണ്ട്. ഭഗവാൻ ഓരോ നിമിഷം ചെയ്യുന്നതും ഭഗവാന്റെ ഗുണത്തെ അഭിവ്യക്തമാക്കുന്ന ക്രിയകൾ തന്നെയാണ്. ഇപ്പോൾ കൃഷ്ണനായിട്ട് ഭൂമിയിൽ വന്ന് ലീലാടിയ ആ കാലഘട്ടത്തെ മാത്രം എടുത്തു നോക്കിയാൽ ആ കാലഘട്ടത്തിൽ മാത്രം ഭഗവാൻ ചെയ്തിട്ടുള്ള ഓരോ പ്രവൃത്തിയും ഭഗവാന്റെ ഗുണത്തെ തന്നെയാണ് വ്യക്തമാക്കുന്നത്. അപ്പൊ അത്രയും ചുരുങ്ങിയ കാലത്തിൽ തന്നെ തൻ്റെ ഇത്രയും അധികം ഗുണങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ള ഭഗവാൻ കാലാകാലങ്ങളായി വർത്തിക്കുന്നവനാണ്, കാലാതീതനാണ്. അതുകൊണ്ട് എല്ലാം തന്നെ ഭഗവാന്റെ ഗുണങ്ങളാണ്. അതുകൊണ്ട് ഗുണഗണത്തിന്റെ സാഗരമായിട്ട് അനന്ത ഭാവത്തിൽ ശോഭിക്കുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് ഗുണഗണ സാഗര എന്ന് വിളിച്ചിരിക്കുന്നു. ഭക്ത ശിവങ്കര, ഭക്തന്മാർക്ക് ശിവത്തെ ചെയ്യുന്നവനാണ്. ശിവം എന്നാൽ മംഗളം, ഭക്തന്മാർക്ക് മംഗളത്തെ ചെയ്യുന്നവൻ. ഭക്തന്മാർക്ക് മനസ്സിൽ പല ആഗ്രഹങ്ങളും ഉണ്ടാവും. അത് അവർക്ക് പ്രിയങ്കരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഭഗവാൻ ചെയ്യുന്നില്ല. അവർക്ക് ഹിതമായത് എന്താണോ അത് മാത്രമാണ് ഭഗവാൻ ചെയ്യുക. ഭഗവാനിൽ ശരണാഗതി നേടിയിട്ടുള്ള ഭക്തരുടെ ഹിതം ഭഗവാൻ അറിഞ്ഞു ചെയ്യും, ചോദിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ശിവങ്കര എന്ന് വിളിച്ചത്. മംഗളത്തെ മാത്രമേ ഭഗവാൻ കൊടുക്കൂ. ഭക്തർ ആഗ്രഹിക്കുന്ന പലതും
അവർക്ക് അമംഗളമാണെങ്കിൽ, അവരത് അറിയുന്നില്ലെങ്കിൽ പോലും അത് മനസ്സിലാക്കി ഭഗവാൻ അത് അവർക്ക് കൊടുക്കില്ല. അവരതുകൊണ്ടൊരല്പം ദുഃഖിച്ചാലും ഭഗവാൻ അത് കണ്ടില്ല എന്ന് നടിക്കും. കാരണം അവർക്ക് ഗുണമുള്ള ഹിതമുള്ള മറ്റു പലതും ഭഗവാൻ നൽകാൻ പോകുന്നുണ്ട്, നൽകും. അതുകൊണ്ട് ഭക്ത ശിവങ്കരനാണ് ഭഗവാൻ. ഭക്തരെ പരിശുദ്ധരാക്കുന്നവനാണ് ഭഗവാൻ. അവരുടെ ഉള്ളിൽ ഒരുപാട് അമംഗളമായ ചിന്തകൾ ഉണ്ടാവും. അതിനെയെല്ലാം നീക്കി അവർക്ക് പരിശുദ്ധിയെ പ്രദാനം ചെയ്യുന്നവൻ. അതുകൊണ്ട് ഭക്ത ശിവങ്കര. ശിവം എന്നാൽ മംഗളം. കൗസ്തുഭകന്ധര, സാക്ഷാത് നാരായണമൂർത്തി തന്നെയാണ് ഭഗവാൻ. അതുകൊണ്ട് നാരായണന്റെ ആ ഭാവം കാണിക്കുകയാണ്. തൻ്റെ കന്ധരത്തിൽ, തൻ്റെ കഴുത്തിൽ, ആ കണ്ഠപ്രദേശത്ത് ഭഗവാൻ അമൂല്യമായ കൗസ്തുഭരത്നത്തെ ധരിച്ചിരിക്കുന്നു. ദേവകിയും വസുദേവരും കാണുന്ന ആ ബാലകനും ഇതേപോലെ തന്നെ രത്നം ധരിച്ചിട്ടാണ്. നാരായണന്റെ അതേ ഭാവം തന്നെയാണ്. അതുകൊണ്ട് കൗസ്തുഭകന്ധര. കേളിതനോ, കേളി എന്നാൽ കളി. കളിയായിട്ട് ദേഹത്തെ സ്വീകരിച്ചവൻ, ലീലാവിഗ്രഹമൂർത്തി എന്നർത്ഥം. കളിയായിട്ട് ദേഹത്തെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാന് കർമ്മബന്ധനങ്ങളില്ല. നമ്മൾ ഓരോരുത്തരും ദേഹം സ്വീകരിക്കുന്നത് നമ്മുടെ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ്. അതിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല. ഇഷ്ടമുള്ള ദേഹമൊന്നും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. ദേഹം തിരഞ്ഞെടുത്താൽ അതിൻ്റെ എല്ലാ പരിമിതിയും നമ്മെ ബാധിക്കും. അതിൽ ബന്ധിതരായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഭഗവാൻ ദേഹത്തെ സ്വീകരിക്കുമ്പോൾ ഭഗവാൻ ഒരു ബന്ധനവുമില്ല. ഭഗവാൻ കർമ്മത്തിൽ പ്രേരിതമായിട്ടല്ല വരുന്നത്. ധർമ്മ സംസ്ഥാപനത്തിനു വേണ്ടി ഒരു കളിയായിട്ടാണ് ദേഹത്തെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ വിഗ്രഹം ലീലാവിഗ്രഹമാണ്. ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും ഈ പദത്തിൽ സൂചിപ്പിക്കപ്പെട്ടു. ഏതേത് ഭാവത്തിൽ ഭഗവാൻ അവതരിച്ചിട്ടുണ്ടോ അതെല്ലാം കേളിയായിട്ടാണ്, കളിയായിട്ടാണ്. അതുകൊണ്ട് കേളി തനുവാണ്. ഭഗവാൻ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നവനാണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രപഞ്ചം തന്നെ ഭഗവാന്റെ ദേഹമാണ്. അത് ഭഗവാന് വെറും ലീലയാണ്, കളിയാണ്. ബ്രഹ്മമോഹന ലീല ഭാഗവതം വർണ്ണിക്കുന്നുണ്ട്. അവിടെ ബ്രഹ്മാവ് കുട്ടികളെയും പശുക്കളെയും ഒക്കെ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ ഭഗവാൻ സ്വയം ആ എല്ലാ ഭാവങ്ങളെയും സ്വീകരിച്ച് ഒരു വർഷത്തോളം ക്രീഡിക്കുന്നുണ്ട്. താൻ തന്നെ പലതായി തന്നെത്താൻ ക്രീഡിക്കുന്ന ഭാവം. രാസക്രീഡാ സമയത്ത് ശുഗമഹർഷി പറയുന്നുണ്ട്, ഭഗവാൻ എങ്ങനെയാണ് രാസമാടിയത്? ഒരു കുട്ടി തൻ്റെ പ്രതിബിംബങ്ങളോട് കളിക്കുന്ന പോലെ. ഒരുപാട് കണ്ണാടികൾ വെച്ചിട്ടുണ്ട്, അതിൽ താൻ തന്നെ പ്രതിബിംബിക്കുന്നു. ആ പ്രതിബിംബങ്ങളോട് കളിക്കുന്ന പോലെ ഭഗവാൻ രാസമാടി എന്നാണ്. കാരണം ഭഗവാനെ സംബന്ധിച്ച് ഭഗവാൻ മാത്രമേ ഉള്ളൂ, ഏകവസ്തുവാണ്. പ്രപഞ്ചം മുഴുവനായി പരിണമിച്ചത് അദ്ദേഹമാണ്. പരിണമിച്ചപ്പോഴും പരിണാമമില്ലാതെ സ്വസ്വരൂപ ബോധത്തിൽ ഉറഞ്ഞു നിൽക്കുന്നു അദ്ദേഹം. അതുകൊണ്ട് പലതായി ക്രീഡിക്കുന്നു. അപ്പൊ വിശ്വത്തെ തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ലീലാവിഗ്രഹമായിട്ട് കണക്കാക്കാം. കേളിതനോ. ഇനി ഗുരുവായൂർ എന്ന പ്രദേശത്ത് ഈ വിഗ്രഹത്തിൽ വന്ന് അദ്ദേഹം വസിക്കുന്നു. ഇവിടെ അദ്ദേഹം ലീലയാടിക്കൊണ്ടിരിക്കുന്നു. ഇന്നും ഭക്തർക്ക് അനുഭവമാണ് ഭഗവാന്റെ ലീലകൾ. അതുകൊണ്ട് കേളിതനുവാണ് ഭഗവാൻ. ഗുണഗണസാഗര ഭക്ത ശിവങ്കര കൗസ്തുഭകന്ധര കേളിതനോ. ഇനി ക്ഷേത്രമാകുമ്പോൾ അവിടെ പലതരത്തിലുള്ള പൂജകൾ നടക്കും. ആ പൂജകളെ സ്വീകരിച്ചിരിക്കുന്നവൻ എന്ന് സൂചിപ്പിക്കാൻ ഇവിടെ പറയുന്നു, ഗണപതി ഹോമജ ധൂമസുവാസിത ഗവ്യപയോർപ്പണ തുഷ്ടമതേ. ഗണപതി ഹോമം. ഗണപതി ഹോമം നമുക്കൊക്കെ അറിയാം. വിഘ്നേശ്വരനായ ആ വിനായകമൂർത്തിയുടെ ഗണങ്ങളുടെ മുഴുവൻ അധിപതിയായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നേടാൻ, മംഗളമുണ്ടാവാനായി, വിഘ്നങ്ങളെല്ലാം ഇല്ലാതെയാവാനായിട്ട് വൈദികമായി ചെയ്യപ്പെടുന്ന ഒരു ആചാരമാണ് ഗണപതി ഹോമം. അഗ്നിയിലേക്ക് ദ്രവ്യം സമർപ്പിക്കുക ഗണപതി പ്രസാദം സമ്പാദിക്കാനായിട്ട്. ആ ഗണപതി ഹോമ ജ ശബ്ദം കൊണ്ട് ജനനം സൂചിപ്പിക്കപ്പെടുന്നു. അപ്പൊ ആ ഗണപതി ഹോമത്തിൽ നിന്നും ജനിക്കുന്ന ധൂമം. ധൂമം എന്നാൽ പുക. ഇപ്പൊ ഭഗവാന്റെ മന്ദിരത്തിൽ ഗണപതി ഹോമം നടക്കുന്നുണ്ട്. ആ ഗണപതി ഹോമത്തിന്റെ പുക അവിടെയെല്ലാം വ്യാപിക്കുന്നുണ്ട്. അപ്പൊ അവിടെയുള്ള വസ്തുക്കളിലെല്ലാം ആ പുകയുടെ സുഗന്ധം ഉണ്ടാവും. അപ്പോൾ സുവാസിത എന്ന് പറഞ്ഞാൽ സുഗന്ധപൂരിതമായ ആ ഗണപതി ഹോമത്തിന്റെ പുകയുടെ വാസന പറ്റിപ്പിടിച്ചിട്ടുള്ള, അത് ചേർന്നിട്ടുള്ള ഗവ്യപയോർപ്പണ തുഷ്ടമതേ. ഗവ്യപയം എന്നുള്ളതിനെ ഏകപദമായിട്ടെടുത്താൽ, ഗവ്യത്തെ വിശേഷണമായിട്ടെടുത്താൽ പശുവിൽ നിന്നുണ്ടാകുന്നത് എന്ന് ഗവ്യ ശബ്ദത്തിന് അർത്ഥം കിട്ടും. പയ ശബ്ദത്തിന് പാൽ എന്നർത്ഥം കിട്ടും. അപ്പൊ പശുവിന്റെ പാല് അർപ്പണ തുഷ്ടമതേ. പശുവിന്റെ പാല് ഭഗവാന് അർപ്പിക്കുന്നുണ്ട്, ഭഗവാന് നിവേദിക്കുന്നുണ്ട്. ആ പശുവിന്റെ പാല് എങ്ങനെയുള്ളതാണ്? ഗണപതി ഹോമത്തിൽ നിന്നും വരുന്ന പുകയുടെ ആ സുഗന്ധമേറ്റിട്ടുള്ള പശുവിൻ പാലാണ്.
ആ പാല് സ്വീകരിച്ചുകൊണ്ട് സന്തോഷിക്കുന്നവനാണ് ഭഗവാൻ. അതാണ് തുഷ്ടമതി. മതി എന്നാൽ ബുദ്ധി. ഭഗവാന്റെ അന്തരംഗം സന്തോഷിക്കുന്നു നമ്മൾ ഭഗവാൻ ഈ പാല് നിവേദിക്കുമ്പോൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന നിവേദ്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി ഗവ്യം എന്ന ശബ്ദത്തിന് നെയ്യ് എന്നർത്ഥം എടുക്കും. അപ്പൊ നെയ്യും പാലും, ഗവ്യപയം എന്നുള്ളതിന് നെയ്യും പാലും എന്നർത്ഥവും വരും. അങ്ങനെയും എടുക്കാം. അപ്പൊ ഭഗവാന് നമ്മൾ സമർപ്പിക്കുന്ന നിവേദ്യങ്ങൾ, എല്ലാ പ്രകാരത്തിലുള്ള നിവേദ്യങ്ങളെയും എടുക്കാം. എന്തെല്ലാം ഗുരുവായൂരിൽ ഭഗവാന് സമർപ്പിക്കപ്പെടുന്നുണ്ടോ അതെല്ലാം തന്നെ ഭഗവാൻ സ്വീകരിച്ച് സന്തോഷിക്കുന്നു. എന്നാൽ കാലത്ത് കൊടുക്കുന്ന സമർപ്പണങ്ങളിൽ ഈ ഗണപതി ഹോമത്തിന്റെ ആ സുഗന്ധവും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗണപതി ഹോമം നടക്കുന്നു എന്നുള്ളതിലും സന്തോഷിക്കുന്നവനാണ് ഭഗവാൻ എന്നർത്ഥം വന്നു. കാരണം ഭഗവാൻ തന്നെയാണ് ഗണപതി. ഇവിടെ എല്ലാ മൂർത്തിയായി ശോഭിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ സഹസ്രനാമത്തിന്റെ തുടക്കത്തിൽ സ്തുതിക്കുന്ന ആ പദം അവിടെ വിഷ്ണു എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ എന്നാണ്. സർവവ്യാപിയായ നാരായണൻ തന്നെയാണ് എല്ലാം. അപ്പൊ അതുകൊണ്ട് ഗണപതിയും അദ്ദേഹം തന്നെ. അപ്പൊ ഗണപതി ഹോമം സ്വീകരിക്കുന്നതും അദ്ദേഹമാണെന്ന് സൂചിപ്പിക്കാൻ ആ ഹോമത്തിന്റെ സുഗന്ധം പുരട്ടിയിട്ടുള്ള നിവേദ്യങ്ങൾ സ്വീകരിച്ച് സന്തോഷിക്കുന്നവൻ. ഗണപതി ഹോമജ ധൂമസുവാസിത ഗവ്യപയോർപ്പണ തുഷ്ടമതേ. ജയ ജയ ഹേ ഗുരുവാത പുരാധിപ. ഗുരു ബൃഹസ്പതി, വാത വായു ഭഗവാൻ, പുരം പട്ടണം, അധിപൻ ഈശ്വരൻ, ചക്രവർത്തി രാജാവ് എന്നെല്ലാം അർത്ഥം. ഇപ്പൊ ഗുരുവായൂരിന്റെ രാജാവായി ചക്രവർത്തിയായിരിക്കുന്നവനെ എന്ന് ഹേ ചേർത്ത് സംബോധന ചെയ്യുകയാണ്, വിളിക്കുകയാണ്. ജയ ജയ, അങ്ങ് വീണ്ടും വീണ്ടും ജയിച്ചാലും. ഭഗവാൻ ധർമ്മരക്ഷകനാണ്. ഭഗവാൻ ജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ധർമ്മം നിലനിൽക്കട്ടെ എന്നാണ് അർത്ഥം. പ്രപഞ്ചത്തിൽ ധർമ്മം നിലനിൽക്കണമെങ്കിൽ ഭഗവാൻ ജയിക്കണം. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ജയിക്കട്ടെ ജയിക്കട്ടെ എന്ന് പറയുമ്പോൾ അങ്ങ് സദാ ശോഭിക്കുക. കാരണം അങ്ങ് ഈ പ്രപഞ്ചത്തിൽ ശോഭിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ ഗുരുവായൂർ എന്ന് പറയുന്ന ഈ അമ്പലത്തിൽ അങ്ങ് ശോഭിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ധർമ്മം നിലനിൽക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങ് വിജയിക്കട്ടെ വിജയിക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. രോഗം അശേഷം അപാകുരുമേ. രോഗം, എൻ്റെ രോഗത്തെ അശേഷം മുഴുവനായും അപാകുരു ഇല്ലാതെയാക്കിയാലും നീക്കിയാലും എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അശേഷം മുഴുവനായിട്ട് ഇല്ലാതെയാക്കുക എന്നർത്ഥമെടുത്താൽ എനിക്ക് എന്തെല്ലാം രോഗങ്ങളുണ്ടോ അതെല്ലാം ഇല്ലാതെയാക്കുക. ഇനി അശേഷം എല്ലാ തരത്തിലുള്ള രോഗങ്ങൾ എന്നർത്ഥവും വന്നു. അപ്പോൾ എല്ലാ തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും എനിക്ക് മോചനം നൽകുക. ശരീരത്തിനുള്ള രോഗങ്ങളും മനസ്സിനുള്ള രോഗങ്ങളും ഇവിടെ പറയപ്പെട്ടിരിക്കുന്നു. ഇപ്പം മനസ്സിനുള്ള മാനസിക രോഗങ്ങൾ നമുക്ക് അറിയുന്നതുണ്ട്. അതല്ലാത്തതായിട്ട് ഇപ്പൊ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം തുടങ്ങിയ ദോഷങ്ങളൊക്കെ ഒരു അർത്ഥത്തിൽ രോഗം തന്നെയാണ്. അതിനെ മുഴുവൻ ശുദ്ധമാക്കുന്നവൻ, ഇല്ലാതെയാക്കുന്നവൻ, മനസ്സിനും ശരീരത്തിനും പുഷ്ടിയെ പ്രദാനം ചെയ്യുന്നവൻ. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനായതുകൊണ്ട് എൻ്റെ എല്ലാ രോഗത്തെയും പൂർണ്ണമായിട്ട് ഇല്ലാതെയാക്കിയാലും എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് രോഗഹരം എന്ന ഈ സ്തോത്രത്തിന് പേര് തന്നെ വരാൻ കാരണം. ജയ ജയ ഹേ ഗുരുവാത പുരാധിപ രോഗമശേഷമപാകുരുമേ. ഇതായിരുന്നു ആദ്യത്തെ ശ്ലോകം. ഗുരുപുര മന്ദിര ഗോകുല സുന്ദര ഗോപപുരന്ദര ഗോപതനോ ഗുണഗണസാഗര ഭക്ത ശിവങ്കര കൗസ്തുഭകന്ധര കേലിതനോ ഗണപതി ഹോമജ ധൂമസുവാസിത ഗവ്യപയോർപ്പണ തുഷ്ടമതേ. ജയ ജയ ഹേ ഗുരുവാത പുരാധിപ രോഗമശേഷമപാകുരുമേ. അടുത്തത് രണ്ടാമത്തെ ശ്ലോകമാണ്. മുരഹര മാധവ മംഗളസംഭവ മാന്യസുവൈഭവ രമ്യതനോ മധുരിപുസൂദന മാതൃസുപൂജന മംഗളവാദന മോദമതേ മധുമയ ഭാഷണ ചോദ്ധവവന്ദന താതസുപൂജന തൃപ്തമതേ. ജയ ജയ ഹേ ഗുരുവാത പുരാധിപ രോഗമശേഷമപാകുരുമേ. മുരഹര, മുരനെ ഹരിച്ചവനെ, ഭഗവാൻ കൃഷ്ണനെ വിളിക്കുകയാണ്. മുരൻ എന്നുള്ള അസുരനെ വധിച്ചവനെ. മുരൻ എന്നു പേരുള്ള അസുരൻ 5 തലയുള്ള അസുരനായിരുന്നു. നരകാസുരന്റെ, അതായത് ഭൂമിയുടെ മകനായിരുന്ന നരകാസുരന്റെ സൈന്യാധിപനായിരുന്നു മുരൻ. അദ്ദേഹത്തിന്റെ കോട്ടയെ കാത്തിരുന്നവനായിരുന്നു. അപ്പൊ ഭഗവാൻ നരകാസുരന്റെ അടുത്തു നിന്നും അദ്ദേഹത്തിന്റെ ബന്ധികളെ മുഴുവൻ മോചിപ്പിക്കാനായിട്ട്, അദ്ദേഹത്തെ വധിക്കാനായിട്ട്, ധർമ്മം സ്ഥാപിക്കാനായിട്ട് ചെന്ന സമയത്ത് ഭഗവാനോട് എതിർത്ത അസുരനായിരുന്നു മുരാസുരൻ. ഗംഭീരമായി യുദ്ധം ചെയ്തു. ഒടുവിൽ
സുദർശന ചക്രം പ്രയോഗിച്ചുകൊണ്ട് 5 തലകളെയും ഛേദിച്ച് മുരനെ വധിച്ചു. അതുകൊണ്ട് ഭഗവാന് മുരഹരൻ എന്ന പേര് വന്നു. അപ്പോൾ ഗുരുവായൂരിൽ ഇരിക്കുന്നത് സാക്ഷാത് കൃഷ്ണൻ തന്നെയാണെന്ന് വീണ്ടും ഊട്ടിയുറപ്പിക്കുന്നു. മുരഹര മാധവ. മാ എന്നാൽ ലക്ഷ്മി, ധവ എന്നാൽ പതി, ലക്ഷ്മിയുടെ പതിയായിട്ടിരിക്കുന്നവൻ, അതായത് സാക്ഷാത് നാരായണൻ മഹാവിഷ്ണു. ആദ്യം മുരഹരൻ എന്നും പിന്നീട് മാധവൻ എന്നും വിളിച്ചതുകൊണ്ട് കൃഷ്ണനായിട്ട് അവതരിച്ച ഭാവവും നാരായണനായിട്ടിരിക്കുന്ന ഭാവവും പറഞ്ഞു. രണ്ടും ഒന്ന് തന്നെയാണ്. ആ 2 ഭാവവും ഒരുപോലെ ശോഭിക്കുന്ന സ്ഥലമാണ് ഗുരുവായൂർ എന്ന് സൂചിപ്പിച്ചു. അതാണ് മുരഹര മാധവ മംഗള സംഭവ. മംഗളത്തെ ഉണ്ടാക്കുന്നവൻ മംഗളസംഭവൻ, മംഗളത്തിൽ നിന്നും ഉണ്ടാകുന്നവൻ മംഗളസംഭവൻ. മംഗളത്തെ ഉണ്ടാക്കുന്നവൻ എല്ലാവർക്കും അർത്ഥം എളുപ്പം മനസ്സിലാവും. ഭഗവാനെ ഉപാസിച്ചാൽ എല്ലാ മംഗളങ്ങളും നമുക്ക് ലഭിക്കും. ഈ ലോകത്തിൽ എന്തെല്ലാം മംഗളങ്ങളുണ്ടോ അതിനെയെല്ലാം രചിച്ചത് ഭഗവാൻ തന്നെയാണ്. ഇനി മംഗളത്തിൽ നിന്നുണ്ടാവുന്നവൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭഗവാന്റെ ഐതിഹ്യം എടുത്തു നോക്കിയാൽ തന്നെ, ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എടുത്തു നോക്കിയാൽ ഇവിടെ ശിവൻ വസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. രുദ്രതീർത്ഥത്തിൽ ശിവന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ശിവൻ എന്നാൽ മംഗളസ്വരൂപൻ എന്നാണ് അർത്ഥം. മംഗളം തന്നെയാണ് ഭഗവാൻ. അപ്പൊ ശിവസാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ പ്രദേശത്തെ ഭഗവാൻ തിരഞ്ഞെടുത്തത്. അതായത് മംഗളപ്രദേശമായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഗുരുവും വായുവും ഈ സ്ഥലം തിരഞ്ഞെടുത്തതും ഭഗവാൻ അത് അനുമോദിച്ചുകൊണ്ട് അവിടെ വസിച്ചത്. അപ്പൊ മംഗളമായ സ്ഥലത്തെ ഭഗവാൻ വസിക്കൂ എന്ന് ആ ഒരു ഐതിഹ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ സ്ഥലം വളരെ പവിത്രമാണെന്ന് അതിൽ നിന്നും ഗ്രഹിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഭഗവാൻ ആവിർഭവിക്കണമെങ്കിൽ നമ്മൾ അകത്ത് ശുദ്ധിയെ വരുത്തണം, അകത്ത് മംഗളം ഉണ്ടാവണം. നമ്മുടെ ദുഷ്ടവിചാരങ്ങളെല്ലാം നീങ്ങി സദ്വിചാരങ്ങൾ വർദ്ധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ മംഗളം സംഭവിക്കും. അങ്ങനെ മംഗളം സംഭവിച്ചാൽ അവിടെ ഭവിക്കുന്നവനാണ് ഭഗവാൻ. അവിടെ ഭവിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ മാത്രമേ ഭഗവാനോടുള്ള യഥാർത്ഥ ഭക്തി ജനിക്കൂ. അങ്ങനെ യഥാർത്ഥ ഭക്തി ഉണ്ടായാലേ ഭഗവാനെ ലഭിക്കൂ, ഭഗവാന്റെ അനുഭൂതി സിദ്ധിക്കൂ. അതുകൊണ്ട് മംഗള സംഭവനാണ് ഭഗവാൻ. മാന്യ സുവൈഭവ. ഭഗവാന്റെ വൈഭവങ്ങൾ ശ്രേഷ്ഠമായവയാണ്, അതുകൊണ്ട് സുവൈഭവങ്ങളാണ്. അത് ലോകത്തിലെല്ലാം മാനിക്കപ്പെടുന്നു. അപ്പൊ ഭഗവാൻ കൃഷ്ണനായിട്ട് അവതരിച്ച സമയത്ത് ഒരുപാട് ലീലകളാടി. അതിലെല്ലാം തന്നെ ഭഗവാന്റെ മഹിമ അദ്ദേഹം വ്യക്തമാക്കി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വൈഭവങ്ങളായിട്ട് ആ കർമ്മങ്ങളെല്ലാം ശോഭിക്കുന്നു. ആ കർമ്മങ്ങളെ കണ്ടവരെല്ലാം തന്നെ ഭഗവാനെ മാനിച്ചു, ആദരിച്ചു, പൂജിച്ചു. അതുകൊണ്ട് മാന്യ സുവൈഭവ. ഭഗവാന്റെ ആ പരിപൂർണ ഭാവത്തെ എടുത്തു നോക്കിയാൽ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ മഹത്തരമായ കാര്യങ്ങളും ഭഗവാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ അവതാരങ്ങൾ എടുത്തു നോക്കിയാലും ഭഗവാന്റെ മഹിമ തന്നെയാണ് ഊട്ടിയുറപ്പിക്കുന്നത്. അതെല്ലാം കണ്ടുകൊണ്ട് ലോകത്താൽ ആദരിക്കപ്പെടുന്നവൻ. അന്നും ഭഗവാനെ പൂജിച്ചിരുന്നു, ഇന്നും ഭഗവാനെ പൂജിക്കുന്നു, ഭാവിയിലും ഭഗവാൻ പൂജിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് സദാ ആദരിക്കപ്പെടുന്നവനായതുകൊണ്ട്, അങ്ങനത്തെ വൈഭവങ്ങളോടൊത്തവനായതുകൊണ്ട് മാന്യ സുവൈഭവ എന്ന് വിളിച്ചിരിക്കുന്നു. രമ്യതനോ. രമ്യമായ ദേഹം ഉള്ളവൻ. തനു എന്നാൽ ദേഹം. അപ്പൊ രമ്യമായ ദേഹമുള്ളവൻ. രമ്യം എന്ന് പറഞ്ഞാൽ മനോഹരം, മനസ്സിനെ ഹരിക്കുന്നത്. മനസ്സിനെ ഹരിക്കുന്ന ദേഹമാണ് ഭഗവാൻ ഉള്ളത്. ഭഗവാന്റെ രൂപ സൗന്ദര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ മനസ്സ് അതിലും ഇതിലും പോയി പെടാതിരിക്കാനായിട്ട് ഭഗവാൻ സ്വയം കാരുണ്യത്തോടു കൂടി തൻ്റെ അടുത്തേക്ക് സ്വീകരിക്കാനായിട്ടാണ് ആ സൗന്ദര്യത്തെ പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ കാരുണ്യത്തെ കൂടി ആ രമ്യപദം ഇവിടെ സൂചിപ്പിച്ചു. അതായത് കാരുണ്യമൂർത്തിയാണെന്ന് കൂടി ആ രമ്യതനു എന്ന ശബ്ദത്തിൽ നിന്നും ഗ്രഹിക്കാം. അത്രയും സുന്ദരമായ ദേഹത്തോടൊത്തവൻ, ഭക്തരെ ആനന്ദിപ്പിക്കുന്നവൻ, ഭക്തരെ രമിപ്പിക്കാനായിട്ട് തനുവിനെ സ്വീകരിച്ചവൻ, ഭക്തരുടെ ദേഹത്തിൽ ഇരുന്നു കൊണ്ട് അവരെ ആനന്ദിപ്പിക്കുന്നവൻ, അവരുടെ ഉള്ളിലുള്ള ആനന്ദമായിട്ടിരിക്കുന്നവൻ. ഇങ്ങനെ എല്ലാം അർത്ഥത്തിൽ രമ്യതനോ എന്ന് വിളിച്ചിരിക്കുന്നു. മധുരിപു സൂദന. റിപു എന്നാൽ ശത്രു. മധു എന്ന ശത്രുവിനെ വധിച്ചവൻ മധുരിപു സൂദനൻ. മധു കൈടഭന്മാരെന്ന 2 അസുരന്മാര് ഭഗവാന്റെ കർണമലത്തിൽ നിന്നാണ് ജനിച്ചത്. അവരെ ഭഗവാൻ വധിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നാരായണമൂർത്തിക്ക് ആ പേര് വന്നു. ഇത് പല പ്രകാരത്തിൽ ഈ കഥ പ്രചരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഹയഗ്രീവ ഭാവത്തിൽ വധിച്ച കഥയൊക്കെ ഉണ്ട്.
എങ്ങനെയാണെങ്കിലും മധുവിനെയും കൈടഭനെയും വധിച്ചവനായ നാരായണമൂർത്തി ആയതുകൊണ്ട് മധുരിപു സൂദന എന്ന് വിളിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ റിപു ശബ്ദം കൊണ്ട് കൈടഭനെ സൂചിപ്പിച്ചു എന്നെടുക്കാം. അപ്പൊ മധുവിനെയും കൈടഭനെയും വധിച്ചു, അഥവാ മധു എന്ന റിപുവിനെ വധിച്ചു, മധു എന്ന ശത്രുവിനെ വധിച്ചവൻ. ഇനി റിപു ശബ്ദം കൊണ്ട് എല്ലാതരം ശത്രുക്കളെയും എടുക്കാം. ധർമ്മത്തിന് വിരുദ്ധമായി നിൽക്കുന്നവരെല്ലാം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളാണ്. അങ്ങനെയുള്ള മധു തുടങ്ങിയിട്ടുള്ള എല്ലാ ശത്രുക്കളെയും വധിച്ചവൻ മധുരിപു സൂദനൻ. മാതൃസുപൂജന, അമ്മമാരെ നന്നായി പൂജിച്ചവൻ, അമ്മമാരാൽ നന്നായി പൂജിക്കപ്പെട്ടവൻ. ഭഗവാൻ ജനിച്ചത് ദേവകിയുടെ മകനായിട്ടാണ്, അപ്പൊ ദേവകി അമ്മയായി. അത് കഴിഞ്ഞ് അദ്ദേഹം വളർന്നത് യശോദയുടെ അടുത്താണ്, അപ്പൊ യശോദ അമ്മയായി. അവിടെ ഉണ്ടായിരുന്ന ഗോപസ്ത്രീകൾക്കൊക്കെ ഭഗവാനോട് വാത്സല്യമായിരുന്നു, അപ്പൊ അതുകൊണ്ട് അവരും ഭഗവാന് അമ്മയായി. ഇങ്ങനെ ഒരുപാട് സ്ത്രീകൾക്ക് മാതൃത്വത്തെ ജനിപ്പിച്ചു കൊടുത്തവനാണ് ഭഗവാൻ. കാരണം ഭഗവാന്റെ ഒരു രീതി എന്ന് പറയുന്നത് യേ യഥാ മാം പ്രപദ്യന്തെ താം തഥൈവ ഭജാമ്യഹം എന്നുള്ളതാണ്. ഭഗവത്ഗീതയിലെ ഒരു വരിയാണത്. ആര് എന്നെ എങ്ങനെ സമീപിക്കുന്നുവോ ഞാൻ അവരെ അങ്ങനെ സ്വീകരിക്കും. അപ്പോൾ വാത്സല്യഭാവത്തോടു കൂടി ഒരു മകനായിട്ട് തന്നെ കണ്ട അമ്മമാർക്കൊക്കെ ഭഗവാൻ മകനായിട്ട് നിന്നുകൊടുത്തു. അങ്ങനെ അവരെ ഭഗവാൻ നന്നായി ആദരിച്ചു, അവരുടെ ആദരവിനെയും ഭഗവാൻ സ്വീകരിച്ചു. അവർക്ക് ഭഗവാനോടുള്ള വാത്സല്യമാണ് അവരുടെ പൂജ. അവർ ഭഗവാന് പലതും ചെയ്തു കൊടുത്തു, ഭഗവാൻ ഇഷ്ടമുള്ള പലതും ഭഗവാന് കൊടുത്തു. അതിലൂടെ അവർ ഭഗവാനെ ആദരിക്കുകയാണ്, പൂജിക്കുകയാണ്, അതെല്ലാം സ്വീകരിച്ചു. അതുപോലെ അവരുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന രീതിയിൽ ഭഗവാൻ ഇവിടെ ക്രീഡിച്ചു. അപ്പൊ അങ്ങനെ അവരെയും ഭഗവാൻ പൂജിച്ചു. അതുകൊണ്ട് മാതൃസുപൂജന എന്ന പേര് വന്നു. മംഗളവാദന മോദമതേ, ഭഗവാൻ ഗുരുവായൂർ അമ്പലത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ ലോക ചക്രവർത്തിയായിട്ടാണ് ഭക്തര് ആദരിക്കുന്നത്. അപ്പോൾ ഒരു ചക്രവർത്തിക്ക് കൊടുക്കുന്ന എല്ലാ ആദരവും അദ്ദേഹത്തിനും ലഭിക്കുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും വിശേഷപ്പെട്ടിട്ടുള്ള വാദ്യഘോഷങ്ങളെ ഭഗവാനെ കേൾപ്പിക്കും, ഭഗവാന്റെ മനസ്സിന് രഞ്ജനമുണ്ടാക്കാൻ, സന്തോഷിപ്പിക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് മംഗളവാദന മോദമതേ, മംഗളങ്ങളായിട്ടുള്ള വാദ്യങ്ങളുടെ ഘോഷങ്ങളെ കേട്ടുകൊണ്ട് സന്തോഷിക്കുന്നവൻ മംഗളവാദന മോദമതേ. ഇനി അത് തന്നെ ഭഗവാൻ മംഗളമായ വാദ്യത്തെ മുഴക്കുന്നു. അവിടെ നമുക്ക് ഓടക്കുഴലിനെ എടുക്കാം. ഭഗവാൻ ഓടക്കുഴൽ വായിക്കുന്നവനാണ്. അപ്പോൾ ഓടക്കുഴൽ വായിച്ചുകൊണ്ട് അതിൻ്റെ നാദത്തിൽ ആനന്ദത്തെ കണ്ടെത്തുന്നവനായതുകൊണ്ട് മംഗളവാദന മോദമതേ എന്ന് ഭഗവാനെ വിളിച്ചിരിക്കുന്നു. ഇനി ചതുർബാഹു ഭാവത്തിൽ എടുത്താൽ ഭഗവാന്റെ കയ്യിൽ എപ്പോഴും ശംഖുണ്ടാവും, പാഞ്ചജന്യം എന്ന പേരുള്ള ശംഖ്. ആ ശംഖിന്റെ നാദം മംഗളമായ നാദമാണ്. അപ്പൊ ആ നാദത്തെ ഘോഷിക്കുന്നതിൽ ഭഗവാൻ സ്വയം അത് ഘോഷിച്ചുകൊണ്ട് അതിൽ ആനന്ദിക്കുന്നവനാണ്. അതുകൊണ്ട് മംഗളവാദന മോദമതേ. ഇനി ഭഗവാനെ ഒരുപാട് സ്തുതിക്കുന്നുണ്ട് ആൾക്കാർ, സഹസ്രനാമങ്ങൾ ചൊല്ലി, അതുപോലെ മറ്റ് സ്തോത്രങ്ങൾ ചൊല്ലി. ഇതും ഒരു സ്തോത്രമാണ്. ഇങ്ങനെയെല്ലാം ചൊല്ലി ഭഗവാനെ സ്തുതിക്കുന്നുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ. അപ്പൊ അവിടെ അതെല്ലാം കേട്ടുകൊണ്ട് ആനന്ദിക്കുന്നവനാണ്. ഭഗവാന്റെ സ്തോത്രങ്ങൾ ഇഷ്ടമുള്ളവനായതുകൊണ്ടും ഭക്തരുടെ സ്തോത്രങ്ങൾ ഇഷ്ടമുള്ളവനായതുകൊണ്ടും മംഗളവാദന മോദമതേ എന്ന് വിളിച്ചിരിക്കുന്നു. മധുമയ ഭാഷണ, മധു എന്നാൽ തേന്, തേനിന് സമാനമായിട്ടുള്ള വാക്കുകളെ ഉച്ചരിക്കുന്നവൻ, അതായത് മധുരമായിട്ട് സംസാരിക്കുന്നവൻ. ഭഗവാൻ എല്ലാവരോടും വളരെയധികം മധുരമായിട്ടാണ് സംസാരിക്കുക. കാരണം വാക്കിൽ വളരെയധികം ശ്രദ്ധയുള്ളവനാണ്. ഭഗവാനോട് സംസാരിച്ചാൽ ഏതൊരു ഭക്തനും എല്ലാ പ്രശ്നങ്ങളും തീർന്നതായിട്ട് അനുഭവപ്പെടും. കാരണം ഉള്ളിൽ ഒരു നിറവ് കിട്ടും. അത്രയും മാധുര്യമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കുള്ളത്. ആ വാക്കുകളൊന്ന് ശ്രവിക്കാൻ വേണ്ടിയാണ് എല്ലാ ഭക്തരും തപസ്സനുഷ്ഠിക്കുന്നത്. ഭഗവാൻ ഭൂമിയിൽ ലീലയാടിയ സമയത്ത് തന്നെ, ഇപ്പൊ കൃഷ്ണനായിട്ട് ലീലയാടുമ്പോൾ അദ്ദേഹം ഓരോരുത്തരോട് സംസാരിച്ച കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് ഈ മാധുര്യം കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കൃഷ്ണൻ എന്ന പേര്. കാരണം അദ്ദേഹം പറയുമ്പോൾ തന്നെ ആൾക്കാരുടെ മനസ്സങ്ങട്ട് അലിഞ്ഞ് ഭഗവാന്റെ അടുത്തേക്ക് ഒഴുകും. അങ്ങനെ അവരെ ഹരിക്കുന്നവൻ, ആകർഷിക്കുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് മധുമയ ഭാഷണ നാം ഭഗവാനെ വിളിച്ചിരിക്കും. അത്രയും മാധുര്യത്തോടു കൂടി സംസാരിക്കുന്നവൻ, കടുവാക്ക് പറയുകയില്ല. ആരുടെയും നേർക്ക് അങ്ങനത്തെ പദപ്രയോഗങ്ങൾ അദ്ദേഹം നടത്തുകയില്ല. അവർക്കുള്ളിൽ രോഷമുണ്ടാക്കുന്ന അങ്ങനത്തെ പ്രയോഗങ്ങൾ നടക്കും. നല്ല മധുരമായിട്ട് സംസാരിക്കും. പക്ഷെ ധർമ്മത്തിന് വേണ്ടി എവിടെയെല്ലാം യുദ്ധം ചെയ്യണമോ അവിടെയൊക്കെ യുദ്ധം ചെയ്തിട്ടുമുണ്ട്. എന്നാൽ വാക്കിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ട്.
അതുകൊണ്ട് മധുമയ ഭാഷണ. ഇനി വേദത്തെ തന്നെ നമുക്ക് തേനിന് സമാനമായിട്ട് വാക്കുകളായിട്ട് എടുക്കാം. അപ്പോൾ വേദമായിട്ട് ശോഭിക്കുന്നവൻ, കാരണം ഭഗവാന്റെ വാക്കാണ് വേദം. അപ്പം അതുകൊണ്ട് വേദസ്വരൂപി എന്നും അർത്ഥം ഇവിടെ വന്നു. മധുമയ ഭാഷണ. ച ഉദ്ധവ വന്ദന. ചോദ്ധവ വന്ദന എന്നുള്ളത് ച ഉദ്ധവ വന്ദന. ച എന്നുള്ളത് എന്നർത്ഥത്തിൽ എടുക്കണം. അപ്പോൾ മധുമയ ഭാഷണനുമാണ്. അതുപോലെ തന്നെ ഉദ്ധവ വന്ദന, ഉദ്ധവരാൽ വന്ദിതനാണ് ഭഗവാൻ. ഭഗവാന്റെ സന്തത സഹചാരി എന്ന് തന്നെ വിളിക്കാം ഉദ്ധവരെ. ഭഗവാനോട് അത്രയും ഭക്തിയാണ്, സ്നേഹമാണ്. സദാ ഭഗവാനെ വന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ഭക്തനാണ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്, സുഹൃത്താണ്. ഇങ്ങനെ എല്ലാ പദവും ഉദ്ധവർ അലങ്കരിച്ചിരിക്കുന്നു. ആ ഉദ്ധവർക്കാണ് ഭഗവാൻ ഈ വിഗ്രഹം കൊടുത്തതും. ആ വിഗ്രഹമാണ് ഇന്ന് നമ്മളൊക്കെ പൂജിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഉദ്ധവ വന്ദനനാണ് ഭഗവാൻ. താതസു പൂജന. ഇപ്പം നേരത്തെ മാതൃസു പൂജന എന്ന് പറഞ്ഞു. അതേപോലെ അച്ഛന്മാരാൽ പൂജിക്കപ്പെട്ടവൻ. ഇപ്പോൾ വസുദേവർ അദ്ദേഹത്തെ പൂജിച്ചിട്ടുണ്ട്, കാരണം വസുദേവർക്ക് മകനായിട്ട് അദ്ദേഹം നിന്നുകൊടുത്തു. അതേപോലെ വസുദേവരെ അദ്ദേഹം പൂജിച്ചിട്ടുണ്ട്. നന്ദഗോപര് അദ്ദേഹത്തെ പൂജിച്ചിട്ടുണ്ട്, നന്ദഗോപരെ അദ്ദേഹം പൂജിച്ചിട്ടുണ്ട്. അവിടെയുള്ള ഒരുപാട് ഗോപന്മാർക്കും ഭഗവാൻ മകനെ പോലെ ആയിരുന്നു. അപ്പം അവരെ എല്ലാം മകനെ പോലെ നിന്ന് അദ്ദേഹം സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് താതസു പൂജന. അപ്പം ഭഗവാൻ അവരെയും ഒരു മകനായി നിന്ന് പൂജിച്ചു. അവർ ഭഗവാനെ ഒരു മകനായി കണ്ട് വാത്സല്യത്തോടു കൂടി ഭഗവാനെ പൂജിച്ചു. അതുകൊണ്ട് താതസു പൂജന. അപ്പോൾ മാതൃസു പൂജന പോലെ തന്നെ താതസു പൂജന. അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ ഭഗവാൻ സന്തോഷിപ്പിച്ചു. ഭഗവാനെ നമുക്ക് ഏത് ഭാവത്തിലും കാണാം എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ രണ്ട് പ്രയോഗങ്ങളും. ഭഗവാനെ മകനായിട്ട് കാണാം, സുഹൃത്തായിട്ട് കാണാം, ഗുരുവായിട്ട് കാണാം, ഏത് ഭാവത്തിലും കാണാം. കാമുകനായിട്ട് വരെ ഭഗവാനെ കണ്ടവരുണ്ട്. അപ്പം അതുകൊണ്ട് ഏത് ഭാവത്തിലും കാണാം. തൃപ്തമതേ. സദാ തൃപ്തനായിരിക്കുന്നവനാണ് ഭഗവാൻ. കാരണം പൂർണ്ണസ്വരൂപനാണ്. അപൂർണതയുണ്ടെങ്കിലേ അതൃപ്തിയുള്ളൂ. ഭഗവാൻ അതൃപ്തിയില്ല, അപൂർണതയില്ല, പൂർണ്ണസ്വരൂപനാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ആ സ്വയം ഭഗവാൻ തൻ്റെ പൂർണ്ണഭാവത്തോടു കൂടി ശോഭിക്കുന്നു ഗുരുവായൂരിൽ. അതുകൊണ്ട് തൃപ്തമതിയാണ് ഭഗവാൻ. അപ്പൊ തൃപ്തമതിയെ വിളിക്കുകയാണ്, സംബോധനയാണ് തൃപ്തമതേ എന്നുള്ളത്. ജയ ജയ ഹേ ഗുരുവാത പുരാധിപ രോഗമശേഷമപാകുരു മേ. മേ എൻ്റെ രോഗത്തെ അശേഷം പൂർണ്ണമായി അപാകുരു ഇല്ലാതെയാക്കിയാലും. അല്ലയോ ഗുരുവാത പുരാധിപ, അങ്ങ് ജയിച്ചാലും എന്ന് പ്രാർത്ഥിക്കുന്നു. മുരഹര മാധവ മംഗള സംഭവ മാന്യസുവൈഭവ രമ്യതനോ മധുരിപുസൂദന മാതൃസുപൂജന മംഗളവാദന മോദമതേ മധുമയ ഭാഷണ ചോദ്ധവ വന്ദന താതസു പൂജന തൃപ്തമതേ ജയ ജയ ഹേ ഗുരുവാത പുരാധിപ രോഗമശേഷമപാകുരു മേ. ഇതായിരുന്നു രണ്ടാമത്തെ ശ്ലോകം. അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ്. പ്രതിദിനമാദര പൂർവദിനാർച്ചിത മാല്യ വിസർജന ദത്തതനോ പ്രതിദിനമർപ്പിത തൈലസുഷേവന നാശിത ദുസ്സഹ രോഗരിപോ പ്രതിദിനമദ്ഭുത ചന്ദന ചർച്ചിത ചമ്പക കൽപ്പിത മാല്യതതേ ജയ ജയ ഹേ ഗുരുവാത പുരാധിപ രോഗമശേഷമപാകുരു മേ. ആദ്യം വിളിക്കുന്നു പ്രതിദിനം ആദര. പ്രതിദിനം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും. ആദര ശബ്ദത്തിന് ഇവിടെ തുടക്കം എന്നാണ് അർത്ഥം. അപ്പോൾ ഓരോ ദിവസത്തിൻ്റെയും തുടക്കത്തിൽ പൂർവദിനാർച്ചിത. പൂർവദിനം എന്ന് പറഞ്ഞാൽ പിറ്റേത്തെ ദിവസത്തെ. അപ്പൊ തലേ ദിവസത്തെ അർച്ചിതമായിട്ടുള്ള മാല്യ വിസർജന ദത്തതനോ, ഭഗവാന്റെ നിർമാല്യ ദർശനമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഭഗവാന്റെ നട തുറക്കുമ്പോൾ നമ്മൾ ഭഗവാനെ ആദ്യം കാണുന്ന ദർശനമാണ് നിർമാല്യ ദർശനം. അതായത് തലേ ദിവസം ചാർത്തിയിട്ടുള്ള മാലയൊക്കെ ധരിച്ചുകൊണ്ട് ഭഗവാൻ ആ അലങ്കാരത്തോടു കൂടി ദർശനം കൊടുക്കുന്നതാണ്. അതാണ് എല്ലാ ദിവസവും പ്രതിദിനം ആദര തുടക്കത്തിൽ പൂർവദിന കഴിഞ്ഞ ദിവസത്തിൽ അർച്ചിതമായിട്ടുള്ള മാല്യ വിസർജന ദത്ത തനോ, മാല്യത്തെ നിർമാല്യത്തെ ധരിച്ചുകൊണ്ട് അത് ഭക്തർക്ക് ആ ഒരു ഭാവത്തിൽ ദർശനം നൽകി, ആ അലങ്കാരമെല്ലാം ധരിച്ചുകൊണ്ട് ദർശനം നൽകി, പിന്നീട് അത് ഭക്തർക്ക് നൽകുന്നവൻ, ആ മാല്യങ്ങളെ ഉപേക്ഷിക്കുന്നവൻ. കാരണം ഭഗവാൻ ആദ്യം നിർമാല്യ ദർശനം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ പിന്നെ ആ മാലയെല്ലാം മാറ്റി ഭഗവാനെ
ശുദ്ധിയൊക്കെ വരുത്തും. അദ്ദേഹത്തിനെ കുളിപ്പിക്കുന്ന പരിപാടികളൊക്കെ, വാഗച്ചാർത്ത് തുടങ്ങിയ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ആദ്യം നിർമാല്യ ദർശനവും പിന്നീടുള്ള ക്രിയകളെയും ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ആ മാലയെല്ലാം എടുത്തു മാറ്റി ഭഗവാനെ കുളിപ്പിക്കുന്നതൊക്കെ ഈ പദത്തിൽ നമുക്ക്. അപ്പം അങ്ങനത്തെ ഭാവത്തിൽ ശോഭിക്കുന്നവൻ, അങ്ങനത്തെ വിഗ്രഹത്തോടൊത്തവൻ. അതിവിടെ ഗുരുവായൂർ അമ്പലത്തിലുള്ള ഗുരുവായൂരപ്പന്റെ വിഗ്രഹത്തെ തന്നെ നേരിട്ടെടുത്ത് പറയുകയാണ്, അങ്ങനെ സംബോധന ചെയ്യുകയാണ്. അതാണ് പ്രതിദിനമാദര പൂർവദിനാർച്ചിത മാല്യ വിസർജന ദത്തതനു. അപ്പൊ വിസർജനം എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നാണ്, ദത്തം എന്ന് പറഞ്ഞാൽ കൊടുക്കുക എന്നാണ്. അപ്പോ ആദ്യം ആ ഭാവത്തിൽ അവർക്ക് ദർശനം നൽകുന്നു, പിന്നീട് അത് ഉപേക്ഷിച്ചുകൊണ്ട് ആ ഭാവത്തിലും ദർശനം നൽകുന്നു. അപ്പൊ ഇങ്ങനെ രണ്ട് ഭാവത്തിലും ദർശനം നൽകുന്ന ദേഹത്തോടൊത്തവൻ, വിഗ്രഹത്തോടൊത്തവൻ ഭഗവാൻ. അത് കഴിഞ്ഞു പറയുന്നു, പ്രതിദിനം ഓരോ ദിവസവും അർപ്പിതം അർപ്പിക്കപ്പെട്ടിട്ടുള്ള തൈലം അതായത് എണ്ണ, സുഷേവന നാശിത അതിനെ നന്നായി സേവിക്കുന്നതിലൂടെ, നാശിത നശിപ്പിക്കപ്പെട്ടിട്ടുള്ള, ദുസ്സഹ സഹിക്കാൻ പറ്റാത്തതായ, രോഗങ്ങളെ, റിപോ ശത്രു. അതായത് എല്ലാ ദിവസവും ഭഗവാന് എണ്ണ കൊണ്ട് അഭിഷേകമുണ്ട്. ആ ആടിയ എണ്ണ ഭഗവാൻ പ്രസാദമായിട്ട് ഭക്തർക്ക് കൊടുക്കും. ആ പ്രസാദത്തെ സ്വീകരിച്ച് അത് സേവിക്കുന്ന ആൾക്കാരുടെ ദുസ്സഹമായിട്ടുള്ള എല്ലാ രോഗങ്ങളെയും, രോഗങ്ങളാകുന്ന ശത്രുക്കളെയും ഇല്ലാതെയാക്കുന്നവനാണ് ഭഗവാൻ. അഥവാ എല്ലാ രോഗങ്ങളെയും ഇല്ലാതെയാക്കുന്ന, രോഗങ്ങളുടെ ശത്രുവായിട്ട് വർത്തിക്കുന്നവനാണ് ഭഗവാൻ. ഇങ്ങനെ രണ്ടർത്ഥത്തിലും ഈ നാമം വന്നിരിക്കുന്നു. പ്രതിദിനം അർപ്പിത തൈല സുഷേവന നാശിത ദുസ്സഹ രോഗരിപോ. ഭഗവാന്റെ ആടിയ എണ്ണ പ്രസാദമായി സ്വീകരിക്കുന്നത് വളരെ വിശേഷമാണ്. അതിലൂടെ രോഗശമനം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അപ്പൊ അതിനെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഭഗവാന്റെ ആ ഒരു അർച്ചന കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നട തുറന്നതും നിർമാല്യ ദർശനവും അത് കഴിഞ്ഞ് കുളിപ്പിക്കുന്നതും എണ്ണയാടുന്നതും ഇതൊക്കെ അങ്ങനെ സൂചിപ്പിക്കുകയാണ് ഇവിടെ. പ്രതിദിനം അദ്ഭുത ചന്ദന ചർച്ചിത ചമ്പക കൽപ്പിത മാല്യതേ. ഭഗവാനെ എണ്ണയഭിഷേകമൊക്കെ നടത്തി കുളിപ്പിച്ച് നല്ല ശുദ്ധമാക്കി കഴിഞ്ഞിട്ട് പ്രതിദിനം എല്ലാ ദിവസവും അദ്ഭുത ചന്ദന ചർച്ചിത, അദ്ഭുതമായിട്ടുള്ള ചന്ദനത്തെ ചാലിച്ചിട്ടുള്ള, പുരട്ടിയിട്ടുള്ള, ചമ്പക കൽപ്പിത മാല്യതേ. ഭഗവാന്റെ ദേഹത്തിൽ ചന്ദനം പുരട്ടിയിട്ടുണ്ട്. അതുപോലെ ചമ്പകപ്പൂ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മാല്യവും, അതായത് മാലയും ഭഗവാൻ ധരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വസിക്കുന്ന ആ ഒരു ഭാവത്തിൽ ഭഗവാൻ ശോഭിക്കുന്നു. അപ്പൊ ആദ്യം ഭഗവാന്റെ നട തുറന്നു. കഴിഞ്ഞ ദിവസത്തെ അലങ്കാരം നമ്മൾ കണ്ടു. പിന്നെ ആ അലങ്കാരം എല്ലാം മാറ്റിയ ഭാവത്തിൽ നമ്മൾ കണ്ടു. പിന്നെ ഭഗവാനെ കുളിപ്പിച്ചു, അദ്ദേഹത്തിന് തൈലം കൊണ്ട് അഭിഷേകം നടത്തി, ആ ആടിയ എണ്ണ പ്രസാദമായിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ വിഗ്രഹമെല്ലാം വൃത്തിയാക്കി അദ്ദേഹത്തിന് ചന്ദനത്തെ ചാർത്തി കൊടുത്തു. അതുപോലെ തന്നെ ചമ്പകപ്പൂ കൊണ്ടുള്ള മാലയെ അദ്ദേഹത്തിന് സമർപ്പിച്ചു. അത് ഒരുപാടുണ്ട്. അപ്പൊ തതി എന്ന വാക്കിന് സമൂഹം എന്നാണ് അർത്ഥം, കൂട്ടം എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനത്തെ ഒരുപാട് പൂക്കളെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് മാലകൾ ഭഗവാന് ചാർത്തി കൊടുത്തിരിക്കുന്നു. അതെല്ലാം ഏറ്റുവാങ്ങി ശോഭിക്കുന്നു ഭഗവാൻ. അപ്പൊ നല്ല അങ്ങനെ വെട്ടിത്തിളങ്ങുന്ന ഭാവത്തിൽ അദ്ദേഹം ഇരിക്കുകയാണ്. ഇനി ചന്ദനം പുരട്ടിയിട്ടുള്ള ചമ്പകപ്പൂ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മാല എന്നർത്ഥവും എടുക്കാം. ഒന്നെങ്കിൽ ദേഹത്ത് ചന്ദനം പുരട്ടിയിട്ടൊന്നും, അല്ലെങ്കിൽ ആ പുഷ്പത്തിൽ ചന്ദനം പറ്റിയിട്ടുണ്ടെന്നുള്ള അർത്ഥത്തിലും എടുക്കാം. പ്രതിദിനം അദ്ഭുത ചന്ദന ചർച്ചിത ചമ്പക കൽപ്പിത മാല്യതേ. അപ്പൊ ഗുരുവായൂരിലുള്ള ആ വിഗ്രഹത്തിന്റെ ദർശനമാണ് നമുക്കിവിടെ കവി പ്രദാനം ചെയ്യുന്നത്. ജയ ജയ ഹേ ഗുരുവാത പുരാധിപ രോഗമശേഷമപാകുരുമേ. അല്ലയോ ഗുരുവായൂർ അമ്പലത്തിൽ വസിക്കുന്ന ചക്രവർത്തിയെ, മഹാരാജാവേ, അധിപനെ, ഗുരുവായൂരപ്പ, എൻ്റെ എല്ലാ രോഗങ്ങളെയും പരിപൂർണമായിട്ടും നീക്കിയാലും അതിനായിക്കൊണ്ട് അങ്ങ് ജയിക്കട്ടെ ജയിക്കട്ടെ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. പ്രതിദിനം ആദര പൂർവദിനാർച്ചിത മാല്യ വിസർജന ദത്തതനു പ്രതിദിനമർപ്പിത തൈല സുഷേവന നാശിത ദുസ്സഹ രോഗരിപോ പ്രതിദിനം അദ്ഭുത ചന്ദന ചർച്ചിത ചമ്പക കൽപ്പിത മാല്യതേ ജയ ജയ ഹേ ഗുരുവാതപുരാധിപ രോഗമശേഷമപാകുരുമേ. ഇതായിരുന്നു മൂന്നാമത്തെ ശ്ലോകം. അടുത്തത് നാലാമത്തെ ശ്ലോകമാണ്. കരിവര കൽപ്പിത കഞ്ചസുമോത്തമ കമ്രകരാംബുജ ലോകഗുരോ ഭയതതി മോചക ഭാഗ്യ വിധായക പുണ്യസുപൂരക മുഗ്ധതനോ ശിവജലമജ്ജന ദർശന വന്ദന കീർത്തന സംസ്തുത ഭക്തതതേ ജയ ജയ ഹേ ഗുരുവാതപുരാധിപ രോഗമശേഷമപാകുരുമേ.
ഭഗവാന്റെ പൂജയൊക്കെ വർണ്ണിച്ചു. ഇനി ഭഗവാന്റെ ഭാവത്തെ ഒന്നുകൂടി വിപുലമാക്കുകയാണ്. ഭഗവാൻ എങ്ങനെയാണ് ശോഭിക്കുന്നത്, പൂജയൊക്കെ കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ശോഭിക്കുന്നത് എന്ന് പറയുകയാണ്. കരിവര കൽപ്പിത. കരിവരം എന്നാൽ ആനശ്രേഷ്ഠൻ. ആനശ്രേഷ്ഠനാൽ കൽപ്പിതം നൽകപ്പെട്ടിട്ടുള്ള കഞ്ച സുമം. കഞ്ചം എന്നാൽ താമര, സുമം എന്നാൽ പൂവ്, താമരപ്പൂവ്. ഉത്തമം ഉത്തമമായിട്ടുള്ള താമരപ്പൂവ്. കമ്രം, കമ്രം എന്നാൽ മനോഹരം. കരാംബുജം, കരാംബുജം എന്നാൽ കയ്യിൽ, അംബുജത്തിന് സമാനമായ കയ്യിൽ. ഭഗവാന്റെ കയ്യിൽ ഒരു താമരയുണ്ട്. ആ താമര ഭഗവാന് നൽകിയിട്ടുള്ളത് കരിവരനാണ്, ശ്രേഷ്ഠമായ ആനയാണ്. ശ്രേഷ്ഠമായ ആന ഭഗവാന് താമരയെ നൽകി എന്ന് പറഞ്ഞാൽ, ആനകളുടെ രാജാവായിരിക്കുന്ന ഒരുത്തൻ കുളത്തിൽ നിന്നും ഒരു താമരയെ എടുത്തു കൊടുത്തു. അപ്പൊ അത്രയും ശ്രേഷ്ഠമായ താമരയാണത് ഭഗവാൻ സ്വീകരിച്ചു എന്ന് സാമാന്യർത്ഥം. ഗജേന്ദ്ര മോക്ഷം കഥ നമുക്കൊക്കെ അറിയാം. അപ്പൊ ആ ഗജേന്ദ്രൻ നൽകിയിട്ടുള്ള താമരയെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നവനാണ് ഭഗവാൻ എന്നർത്ഥം വന്നു. അതായത് എല്ലാവർക്കും മോക്ഷത്തെ നൽകുന്ന മുകുന്ദനാണ് ഭഗവാൻ. കാരണം ആ താമരയെ സ്വീകരിച്ചിട്ടാണ് അദ്ദേഹത്തിന് മോക്ഷം കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് മോക്ഷദായകനായ ഭാവത്തിൽ ഇരിക്കുന്നവനാണ് ഭഗവാൻ എന്നർത്ഥവും വന്നു. കാട്ടിലാണല്ലോ കരിവരന്മാരൊക്കെ നടക്കുക. അപ്പൊ അതുകൊണ്ട് അവര് പറിച്ചെടുത്തിട്ടുള്ള താമരയെ, കാട്ടിലുണ്ടാകുന്ന അതിന് വളരെ മനോഹരമായ നല്ല സുഗന്ധമുള്ള മനുഷ്യർക്ക് അപ്രാപ്യമായിട്ടുള്ള താമരയെ അദ്ദേഹം ധരിച്ചിരിക്കുന്നു. കാരണം വനത്തിൽ നിന്നും അത് ആന തന്നെ കൊണ്ടുവന്ന്, ആനയുടെ രാജാവ് തന്നെ കൊണ്ടുവന്ന് ഭഗവാന് അർപ്പിച്ചിരിക്കുന്നു. ഇനി ആനയുടെ രാജാവ് കരിവരൻ എന്ന പദത്തിന് നമുക്ക് നമ്മുടെ അഹങ്കാരം എന്നും എടുക്കാം. കാരണം ആന അഹങ്കാരത്തിന്റെ പ്രതീകമാണ്. അപ്പോൾ അഹങ്കാരം തന്നെ സമർപ്പിക്കുന്ന പൂവിനെ ധരിച്ചിരിക്കുന്നു. കാരണം അഹങ്കാരമാണ് നമ്മൾ ഭഗവാന് സമർപ്പിക്കേണ്ടത്. നമ്മൾ കൊടുക്കുന്നതിലെല്ലാം നമ്മുടെ അഹങ്കാരമുണ്ട്. സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ കൊടുത്തു എന്ന ഒരു ഭാവം, ആ കർത്തൃത്വ ഭാവം നമുക്ക്, ആ മമത്വം നമുക്കുണ്ട്. എൻ്റെ വസ്തു ഞാൻ കൊടുത്തു എന്ന ഭാവമുണ്ട്. അത് അഹങ്കാരത്തിൽ നിന്നാണ് ജനിക്കുന്നത്. അപ്പൊ ഭഗവാന് കിട്ടുന്ന എല്ലാ സമർപ്പണങ്ങളിലും ഈ അഹങ്കാരമുണ്ട്. ആ അഹങ്കാരത്തെ ഭഗവാൻ തൻ്റെ കരാംബുജം മനോഹരമായ കൈകൊണ്ട് സ്വീകരിക്കുന്നു. അത് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതോടുകൂടി തന്നെ നമ്മുടെ അഹങ്കാരത്തെയും ഭഗവാൻ ഇല്ലാതെയാക്കും. കാരണം ഭഗവാൻ അത് സ്വീകരിക്കുമ്പോൾ ഇത് ഭഗവാന്റെ ആണ് എന്ന ബോധം നമുക്കുണ്ടാവും. ഇതം ന മമ എന്ന ബോധമുണ്ടാവും. ആ യജ്ഞഭാവം ഉണരുമ്പോൾ നമ്മുടെ അഹങ്കാരം ഇല്ലാതെയാകുമെന്ന് സൂചിപ്പിക്കാൻ കൂടി. കാരണം ഇത് കഴിഞ്ഞ് വിളിക്കുന്ന പദം ലോകഗുരു എന്നാണ്. ലോകത്തിന് ഗുരുവായിട്ടിരിക്കുന്നവൻ. അപ്പൊ ലോകത്തിന് ഗുരുവായിരിക്കുക എന്ന് പറഞ്ഞാൽ മോക്ഷത്തെ നൽകുന്നവനാണ്. അപ്പൊ ഗജേന്ദ്ര മോക്ഷ കഥ ഇവിടെ അന്വർത്ഥമായി. ഗജേന്ദ്രൻ കൊടുത്തിട്ടുള്ള താമരയെ സ്വീകരിച്ചു, അവന് മോക്ഷം കൊടുത്തു. അതുപോലെ ലോകത്തിന് മുഴുവൻ മോക്ഷം കൊടുക്കാനുള്ള കൈകളിൽ താമരയെ പിടിച്ചിരിക്കുന്നവനാണ് ഭഗവാൻ. അപ്പൊ ആ താമര തന്നെ മോക്ഷത്തിന്റെ പ്രതീകമായി. ഇനി നമ്മളുടെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കുന്ന ലോകഗുരുവുമാണ്. അപ്പൊ നമ്മൾ ഭഗവാന് സമർപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ചും വലിയ വലിയ കാര്യങ്ങൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ അഹങ്കാരം ഇങ്ങനെ ശോഭിക്കും. ഞാൻ കൊടുക്കുന്നു, എൻ്റെ സാധനം കൊടുക്കുന്നു എന്ന് നമുക്കിങ്ങനെ ഉള്ളിൽ തോന്നും. ആ തോന്നലിനെ മുഴുവൻ ഇല്ലാതെയാക്കുന്ന ചക്രവർത്തിയാണ് ഭഗവാൻ. എല്ലാം എൻ്റെയാണ്, എന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ല. മത്തഃ പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണ ഇവ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. ആ ഭാവത്തിൽ ഇരിക്കുന്നവനാണെന്നുള്ള ബോധം ഭക്തർക്ക് പ്രദാനം ചെയ്യും. അതുകൊണ്ട് ലോകഗുരുവാണ്. ഇനി ശ്രേഷ്ഠമായ ആനയുടെ പുറത്തിരിക്കുന്നവൻ എന്നർത്ഥം കരിവര കൽപ്പിതം എന്നെടുക്കാം. ഭഗവാൻ പുറത്ത് എഴുന്നള്ളുകയാണ്. ഭഗവാന്റെ അലങ്കാരമെല്ലാം കഴിഞ്ഞ് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുകയാണ്. അപ്പൊ എങ്ങനെയാണ് എഴുന്നള്ളാറുള്ളത്? ഗുരുവായൂരപ്പൻ ആനപ്പുറത്താണ്. അപ്പൊ അതുകൊണ്ട് ആനപ്പുറത്തിരുന്നു കൊണ്ട് കയ്യിൽ താമരയെ പിടിച്ചിട്ടുണ്ട്. നല്ല ഉത്തമമായിട്ടുള്ള താമരയാണ്. ആ താമര പിടിച്ചിട്ടുള്ള കയ്യോ അതിനേക്കാൾ മനോഹരമായിട്ടുള്ള താമരയെ പോലെയാണ്. അപ്പൊ അങ്ങനെ ആനപ്പുറത്ത് എഴുന്നള്ളുന്നവൻ എന്ന അർത്ഥവും ഇവിടെയുണ്ട്. കൂടുതൽ അന്വർത്ഥം അതാണെന്ന് തോന്നുന്നു. കാരണം പൂജ കഴിഞ്ഞ് ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങി എന്ന ഭാവത്തിൽ എടുക്കാം. കരിവര കൽപ്പിത കഞ്ചസുമോത്തമ കമ്രകരാംബുജ ലോകഗുരു. ലോകത്തെ മുഴുവൻ പഠിപ്പിക്കാൻ, അവരുടെ അജ്ഞാനത്തെ ഇല്ലാതെയാക്കാൻ, അന്ധകാരത്തിൽ നിന്നും അവരെ മോചിപ്പിക്കാനായിട്ട് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളിയിരിക്കുകയാണ് ലോകഗുരു ഭാവത്തിൽ. ഭയതതി മോചക. അങ്ങനെ എഴുന്നള്ളി ഭഗവാൻ ആ ക്ഷേത്രം ഒന്ന് ചുറ്റുകയാണ്. ഭക്തരെ മുഴുവൻ കാണുകയാണ്. കാണുമ്പോൾ ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? ഭയതതി മോചക. തതി എന്നാൽ സമൂഹം.
ഭയത്തിന്റെ കൂട്ടത്തെ മോചിപ്പിക്കുന്നു. എല്ലാ പ്രകാരത്തിലുള്ള ഭയങ്ങളെയും ഇല്ലാതെയാക്കുന്നു, അഭയത്തെ നൽകുന്നു. പല ഭയങ്ങളുമായിട്ടാണ് ഭക്തര് ഭഗവാന്റെ നടയിൽ വന്ന് നിൽക്കുന്നത്. അവരുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നുണ്ട്. അതെല്ലാം അവരുടെ ഭയമാണ്, പല കാരണങ്ങളിൽ നിന്ന് ജനിച്ചിട്ടുള്ളതാണ്. ആ ഭയങ്ങളുമായിട്ട് നിൽക്കുന്ന അവരുടെ മുമ്പിലൂടെ ഭഗവാൻ പോകുമ്പോൾ കയ്യിൽ ആ താമര പിടിച്ചുകൊണ്ട് ലോകഗുരു ഭാവത്തിൽ ആനപ്പുറത്ത് എഴുന്നള്ളുന്ന ആ ഭഗവാൻ അവരെ ഒന്ന് നോക്കുന്നു. അവർ ഭഗവാനെ ഒന്ന് കാണുന്നു. ആ ഒരു ദർശനം കൊണ്ട് തന്നെ അത്രയും നേരം അവരുടെ മനസ്സിനെ അലട്ടിയിരുന്ന എല്ലാ ഭയങ്ങളും അലിഞ്ഞില്ലാതെയാകും. എങ്ങോട്ട് പോയെന്ന് പോലും അറിയില്ല. അത്രയും ആശ്വാസം, ഉറപ്പ് മനസ്സിന് ലഭിക്കും. അതുകൊണ്ട് ഭയതതി മോചക എന്ന് വിളിച്ചിരിക്കുന്നു. ഭാഗ്യവിധായക, ഭക്തരുടെ മനസ്സിലുള്ള എല്ലാ ഭയങ്ങളെയും ഭഗവാൻ ഇല്ലാതെയാക്കി. അത് കഴിഞ്ഞ് അവർക്ക് ഭാഗ്യത്തെ ഭഗവാൻ വിധിച്ചു കൊടുക്കും. ഭാഗ്യം നൽകും അവർക്ക് നാൽക്കുനാൾ അഭിവൃദ്ധി ഉണ്ടാകും. അവരെ പല കർമ്മങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്നത് അവരുടെ ഉള്ളിലുള്ള ഭയമാണ്. ആ ഭയത്തെ ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ അവർക്ക് ആ കർമ്മം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ അവർ നല്ല രീതിയിൽ കർമ്മം ചെയ്താൽ സ്വാഭാവികമായും അവരുടെ ഭാഗ്യം ഉദിക്കും. അവർക്ക് ഒരുപാട് സൗഭാഗ്യം ലഭിക്കും. അത് സൂചിപ്പിക്കാൻ ഭാഗ്യവിധായക, പുണ്യസു പൂരക, അങ്ങനെ അവരുടെ ഭാഗ്യത്തെ അവർക്ക് പ്രദാനം ചെയ്യും. ഇപ്പൊ ഭാഗ്യവിധായകം എന്ന് പറഞ്ഞാൽ ഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്നവൻ, വിധിച്ചവൻ എന്നർത്ഥം വന്നു. കാരണം അവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ, അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന പലതും ഇവിടെയുണ്ട്. അതിനുള്ള ഗുണങ്ങൾ അവർക്കുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിൽ ഭയമുള്ളത് കൊണ്ട് അത് അവർക്ക് നേടാൻ പറ്റുന്നില്ല. ഭഗവാൻ ലോകഗുരുവാണ്. അറിവിനെ പ്രദാനം ചെയ്തുകൊണ്ട് ഏതുപോലെയാണോ അർജുനന്റെ ഭയത്തെ ഇല്ലാതെയാക്കിയത്, അതുപോലെ നമ്മുടെ ഭയത്തെ ഇല്ലാതെയാക്കും. അങ്ങനെ അവിടെയുള്ള ഭക്തരുടെ ഭയം ഇല്ലാതെയാകുമ്പോൾ അവർക്ക് അർഹിക്കപ്പെട്ട സൗഭാഗ്യം അവർക്ക് ലഭിക്കും. അത് മാത്രമല്ല, അവരുടെ ഉള്ളിൽ ഭഗവാൻ പുണ്യത്തെ വർദ്ധിപ്പിക്കും, പുണ്യം കൊണ്ട് നിറയ്ക്കും. അതായത് അവർക്ക് അർഹമായത് അവർക്ക് ലഭിക്കും. അവർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നല്ല പ്രവൃത്തിയായിരിക്കും, സത്പ്രവൃത്തിയായിരിക്കും. സത്പ്രവൃത്തി ചെയ്താലേ പുണ്യം ലഭിക്കും. അപ്പൊ പുണ്യം കൊണ്ട് നിറയ്ക്കും എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യിക്കും. ഗുരുവായൂരപ്പന്റെ യഥാർത്ഥ ഭക്തന്മാര് ഒരിക്കലും വഴിതെറ്റി പോവുകയില്ല. അവരെന്നും സദ്വഴിയിലൂടെ തന്നെ സഞ്ചരിക്കും. കാരണം ഭഗവാനാണ് അവരുടെ ഗുരു. അപ്പോ ഭയതതി മോചക, ഭാഗ്യവിധായക, പുണ്യസുപൂരക, മുഗ്ധതനോ. മുഗ്ധം എന്നാൽ മനോഹരം, മനോഹരമായ തനു ഉള്ളവൻ. മുഗ്ധം എന്ന ശബ്ദത്തിന് പരിശുദ്ധം എന്നും അർത്ഥമുണ്ട്. അപ്പൊ പരിശുദ്ധമായ ദേഹമുള്ളവൻ, പരിശുദ്ധ സ്വരൂപനാണ് ഭഗവാൻ. നമ്മുടെ ഉള്ളിൽ ശുദ്ധമായ ബോധമായിട്ട് ശോഭിക്കുന്നവൻ. ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഭക്തർ ചെല്ലുന്നു. ഭഗവാന്റെ നിർമാല്യ ദർശനം കണ്ടു. അത് കഴിഞ്ഞ് ഭഗവാന്റെ അഭിഷേകം കണ്ടു. ഭഗവാൻ പല ആഭരണങ്ങളുമൊക്കെ ധരിച്ചിരിക്കുന്നത് കണ്ടു. പിന്നീട് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുകയാണ്. ആനപ്പുറത്താണ് എഴുന്നള്ളുന്നത്. ഭഗവാന്റെ ആ ഒരു പ്രൗഢിയോടുകൂടിയുള്ള ദർശനം ഭക്തർക്ക് കിട്ടിയതോടുകൂടി ഭഗവാൻ അവരുടെ ഉള്ളിൽ അറിവിനെ ഉണർത്തിയപ്പോൾ, അതായത് ലോകഗുരുവായിട്ടിരുന്നു. അങ്ങനെ അറിവുണർന്നപ്പോൾ ഭയമെല്ലാം നീങ്ങി, സൗഭാഗ്യം ലഭിച്ചു, പുണ്യം വർദ്ധിച്ചു. അപ്പോൾ അവർക്ക് അകത്ത് തന്നെയാണ് ഗുരുവായൂരപ്പൻ എന്ന ബോധമുണ്ടായി. ശുദ്ധബോധ സ്വരൂപനാണ്. അതാണ് മുഗ്ധതനു എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അകത്തുള്ള ഭാവത്തെ, ശുദ്ധമായ ഭാവമാണ് ഭഗവാനുള്ളത്. ശിവജലമജ്ജന ദർശന വന്ദന കീർത്തന സംസ്തുത ഭക്തതേ. ഭഗവാൻ പുറത്തു വന്നു, ഭയമില്ലാതെയാക്കി, ഭാഗ്യം വർദ്ധിപ്പിച്ചു, പുണ്യം വർദ്ധിപ്പിച്ചു. അവരുടെ ഉള്ളിലുള്ള ബോധമാണെന്ന് അവർക്ക് കാട്ടിക്കൊടുത്തു, തൻ്റെ ദർശനം അവർക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. അത് ആർക്കാ കൊടുക്കണേ? ഭക്തർക്കാണ്. എങ്ങനെയുള്ള ഭക്തരാണെന്നാണ് ഈ പദത്തിൽ വർണ്ണിക്കുന്നത്. ശിവ ജല മജ്ജന, ശിവമായ ജലം. ശിവം എന്നാൽ മംഗളം, ശുദ്ധം, ശുദ്ധമായ ജലം. ഏതാണ് ശിവജലം? രുദ്രതീർത്ഥം. രുദ്രതീർത്ഥത്തിൽ മജ്ജന, മുങ്ങിക്കുളിച്ച്. ഭക്തരാദ്യം വന്നാൽ ചെയ്യുന്നത് രുദ്രതീർത്ഥത്തിൽ മുങ്ങിക്കുളിക്കുകയാണ്. അങ്ങനെ ആ രുദ്രതീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച് ദർശന, അവര് പുറത്തേക്ക് വന്ന് ഭഗവാനെ കാണുന്നു. ആദ്യം അവരകത്തേക്ക് വന്നാൽ ഭഗവാനെ കാണുന്നു, അതാണ് ദർശനം. അത് കഴിഞ്ഞ് അവര് വന്ദനം, ഭഗവാനെ വന്ദിക്കുന്നു. വന്ദിച്ചു കഴിഞ്ഞ് ഭഗവാനെ നമസ്കരിച്ച് സാഷ്ടാംഗം നമസ്കരിക്കും, അല്ലെങ്കിൽ കൈകൂപ്പി നമസ്കരിക്കും. അങ്ങനെ വന്ദിച്ചതിന് ശേഷം കീർത്തന, അവർ ഭഗവാനെ സ്തുതിക്കുന്നു. ഭഗവാന്റെ കീർത്തനങ്ങൾ പാടിക്കൊണ്ട്, ഇപ്പൊ ഇതൊക്കെ കീർത്തനങ്ങളാണ്, ഇതെല്ലാം പാടിക്കൊണ്ട് സംസ്തുത, ഭഗവാനെ സ്തുതിക്കുന്ന ഭക്ത തതി. തതി എന്നാൽ കൂട്ടം, ഭക്തന്മാരുടെ കൂട്ടത്തോടു കൂടിയവൻ.
അങ്ങനത്തെ കൂട്ടമാണ് ഭഗവാന് ചുറ്റുമുള്ളത്. ആ ക്ഷേത്രത്തിലുള്ളവരെല്ലാം ആദ്യം ആ രുദ്രതീർത്ഥത്തിൽ കുളിച്ച് ഭഗവാനെ വന്ന് കണ്ട് ഭഗവാനെ വന്ദിച്ച് പിന്നീട് ഭഗവാനെ സ്തുതിക്കുന്നു. അങ്ങനെ അവരുടെ വന്ദനവും ദർശനവും സ്തുതിയുമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷമാണ് ആ ക്ഷേത്രത്തിലുള്ളത്. അങ്ങനെയുള്ള ക്ഷേത്രത്തിൽ ശോഭിക്കുന്നവനാണ് ഭഗവാൻ. അതാണ് ശിവജലമജ്ജന ദർശന വന്ദന കീർത്തന സംസ്തുത ഭക്തതതേ ജയ ജയ ഹേ ഗുരുവാതപുരാധിപ രോഗമശേഷമപാകുരു മേ രോഗം അശേഷം അപാകുരു. എൻ്റെ രോഗത്തെ പരിപൂർണമായി ഇല്ലാതെയാക്കിയാലും അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ് വീണ്ടും വീണ്ടും ജയിച്ചാലും. കരിവര കൽപ്പിത കഞ്ചസുമോത്തമ കമ്രകരാംബുജ ലോക ഗുരു ഭയതതി മോചക ഭാഗ്യ വിധായക പുണ്യസുപൂരക മുഗ്ധതനോ ശിവജലമജ്ജന ദർശന വന്ദന കീർത്തന സംസ്തുത ഭക്തതതേ ജയ ജയ ഹേ ഗുരുവാതപുരാധിപ രോഗമശേഷമപാകുരുമേ. ഇതായിരുന്നു 4ാമത്തെ ശ്ലോകം. അടുത്തത് 5ാമത്തെ ശ്ലോകമാണ്. കരജിത പങ്കജ കോട്ടിരവിപ്രഭ കോമല കൽപ്പിത വേഷഹരേ രവിശത സന്നിഭ രത്ന വിനിർമ്മിത രമ്യ കിരീടൻ മനോജ്ഞ ഹരേ മുനിവര മുദ്ഗല വംശ സുരക്ഷണ ദീക്ഷിത രക്ഷിത പാർത്ഥ ഹരേ ജയ ജയ ഹേ ഗുരുവാതപുരാധിപ രോഗമശേഷമപാകുരു മേ. കരജിത പങ്കജ കരം എന്നാൽ കയ്യ്, ജിതം എന്നാൽ ജയിക്കപ്പെട്ടത്, പങ്കജം എന്നാൽ താമര. കരത്തിൽ ജയിച്ചിട്ടുള്ള പങ്കജം, അതായത് പങ്കജത്തെ കയ്യിൽ ധരിച്ചിട്ടുണ്ട് എന്നൊരർത്ഥം. കരത്തിന്റെ കോമളത കൊണ്ട് പങ്കജത്തിന്റെ കോമളതയെ അതിക്രമിച്ചവൻ, ജയിച്ചവൻ. ഭഗവാന്റെ കൈ വളരെ മൃദുവാണ്, വളരെ കോമളമാണ്. അത് ആ താമരപ്പൂവിന്റെ ഇതളെന്ന് പറഞ്ഞാൽ എത്ര കോമളമാണെന്ന് നമുക്കൊക്കെ അറിയാം. അതിനേക്കാൾ കോമളമാണ്. അപ്പൊ അതിന്റെ ആ കോമളതയെ അധികരിച്ചിരിക്കുന്നു, ജയിച്ചിരിക്കുന്നു ഭഗവാന്റെ കരങ്ങൾ. അതുകൊണ്ട് കരജിത പങ്കജ എന്ന് ഭഗവാനെ വിളിച്ചിരിക്കുന്നു. കോട്ടി രവിപ്രഭ, ഇത് ഒരു പദമായിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ കോട്ടി സൂര്യന്റെ പ്രഭയോടൊത്തവൻ. കോമള കൽപ്പിത വേഷ, കോമളമായ വേഷത്തെ ധരിച്ചിരിക്കുന്നവൻ. ഇങ്ങനെ 3 പദങ്ങളായി. കരജിത പങ്കജ കോട്ടി രവിപ്രഭ കോമല കൽപ്പിത വേഷ ഹരേ. ഇതൊരു പദമായിട്ടും എടുക്കാം. ഭഗവാന്റെ കരം പങ്കജത്തേക്കാൾ കോമളമാണ്. അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കോടിക്കണക്കിന് സൂര്യൻ ഉദിച്ചിട്ടുള്ള പ്രഭയോടൊത്തിട്ടുള്ള കോമളമായിട്ടുള്ള പട്ടുവസ്ത്രം ഉടുത്തിട്ടുണ്ട്. ഭഗവാന്റെ ഭാവത്തെ വ്യക്തമാക്കുകയാണ്. ഭഗവാൻ മഞ്ഞപ്പട്ടാണ് ഉടുക്കുന്നത്. മഞ്ഞപ്പട്ട് വളരെ കോമളമാണ്. അതുകൊണ്ടാണ് കോമള കൽപ്പിത വേഷം എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കോമളം മാത്രമല്ല, നല്ല വെട്ടിത്തിളങ്ങുന്ന പട്ടാണ്. ഭഗവാന്റെ ദേഹം കറുത്തിട്ടാണ്. ആ കറുത്ത ദേഹത്തിൽ ഈ മഞ്ഞപ്പട്ട് ഇങ്ങനെ നന്നായി ശോഭിക്കും. എങ്ങനെ ശോഭിക്കുന്നു എന്ന് ചോദിച്ചാൽ 1000 സൂര്യൻ ഉദിക്കുന്നത് പോലെയാണ്. അപ്പൊ ഭഗവാൻ നിൽക്കുകയാണ്. ഭഗവാന്റെ കൈകൾ വളരെ കോമളമാണ്. താമരയുടെ കോമളത്തേക്കാൾ കോമളമായിട്ടുള്ള കരങ്ങളാണ്. അങ്ങനത്തെ കരങ്ങളോട് കൂടി നിൽക്കുന്ന ഭഗവാൻ തൻ്റെ ദേഹത്ത് മഞ്ഞപ്പട്ട് ധരിച്ചിരിക്കുന്നു. ഉത്തരീയമായിട്ടും ധരിച്ചിട്ടുണ്ട്, മഞ്ഞപ്പട്ട് തന്നെയാണ്. അത് കോട്ടി രവിപ്രഭയോട് കൂടി ശോഭിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഹരിയെ എന്നിവിടെ വിളിച്ചിരിക്കുന്നു. ഹരേ എന്നുള്ളത് ഹരി എന്ന പദത്തിന്റെ സംബോധനയാണ്. എല്ലാവരുടെയും പാപത്തെ ഹരിക്കുന്നവൻ, എല്ലാവരുടെയും മനസ്സിനെ ഹരിക്കുന്നവൻ, ഇങ്ങനെയെല്ലാം ഭഗവാൻ ഹരിയാണ്. അപ്പൊ കരജിത പങ്കജ കോട്ടി രവിപ്രഭ കോമള കൽപ്പിത വേഷഹരേ. രവിശത സന്നിഭ രത്ന വിനിർമ്മിത രമ്യ കിരീട മനോജ്ഞ ഹരേ. ഭഗവാന്റെ ദേഹം കറുത്തിട്ടാണ്. അതിൽ ഭഗവാൻ മഞ്ഞപ്പട്ട് ധരിച്ചിട്ടുണ്ട്. സൂര്യന്റെ ശോഭയോടൊത്തിട്ടുള്ള മഞ്ഞപ്പട്ടാണ്. അതീവ കോമളമായ മഞ്ഞപ്പട്ടാണെന്ന് നേരത്തെ പറഞ്ഞു. ഇനി അത് കഴിഞ്ഞ് ഭഗവാൻ കിരീടം ധരിച്ചിട്ടുണ്ട്. എങ്ങനെയുള്ള കിരീടമാണ്? രത്ന വിനിർമ്മിത രമ്യ കിരീടം. രത്ന വിനിർമ്മിത, രത്നങ്ങൾ പതിച്ചിട്ടുള്ള, രത്നങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള രമ്യമായ കിരീടം. അതെങ്ങനെയുള്ള കിരീടമാണ്? രവിശത സന്നിഭ. ശതം എന്നാൽ 100, രവി എന്നാൽ സൂര്യൻ. 100 സൂര്യന്റെ സമമായിട്ടുള്ള ശോഭയോടൊത്തിട്ടുള്ള കിരീടമാണ്. അതിൽ ഒരുപാട് രത്നങ്ങൾ ധരിച്ചിട്ടുണ്ട്, മനോഹരമാണ്. അങ്ങനെ എല്ലാവരുടെയും മനസ്സിനെ ഹരിക്കുന്ന മനോഹര ഭാവത്തോടു കൂടി, അതാണ് മനോജ്ഞ.
ഇരിക്കുന്ന ഹരിയെ. ഇവിടെ നേരത്തെ ഭഗവാന്റെ കാന്തിയെ കോടി രവിപ്രഭ എന്ന ഒറ്റ പദമായിട്ടെടുത്ത ഭഗവാന്റെ ദേഹത്തിനൊരു കാന്തിയുണ്ട്. അത് 1000 സൂര്യന്റെ കാന്തിയാണെങ്കിൽ ഇവിടെ ഭഗവാന്റെ കിരീടത്തിന് 100 സൂര്യന്റെ കാന്തിയെ പറയുന്നു. ഇപ്പോൾ വസ്ത്രത്തിന്റെ കാന്തിയായിട്ട് ഏകപദമായിട്ട് എടുക്കാം. പക്ഷെ നമ്മൾ ഒറ്റ പദമായിട്ട് എടുക്കുകയാണെങ്കിൽ ഭഗവാന്റെ ദേഹത്തിന്റെ കാന്തി കോടി രവിപ്രഭ എന്ന് ഒറ്റ പദമായിട്ടെടുത്താൽ ഭഗവാന്റെ ദേഹത്തിന് 1000 സൂര്യന്റെ പ്രഭയുണ്ട്. എന്നാൽ ഭഗവാന്റെ കിരീടത്തിന് അത്ര പ്രഭയില്ല. അത് 100 സൂര്യന്റെ പ്രഭയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭഗവാന്റെ ശോഭ എല്ലാ ശോഭയും അതിക്രമിച്ചു നിൽക്കുന്നു. ഭഗവാന്റെ ആഭരണങ്ങളെക്കാൾ കൂടുതൽ ഭഗവാന്റെ കാന്തിയെയാണ് നമ്മൾ കാണുന്നത്. ഇനി അതല്ലെങ്കിൽ ഭഗവാന്റെ കോമളമായ പട്ടിനാണ്. ഇപ്പൊ കോട്ടി രവിപ്രഭ കോമല കൽപ്പിത വേഷ എന്ന് ഒറ്റപ്രദമായിട്ടെടുത്താൽ ഭഗവാന്റെ പട്ടിന് ഭഗവാന്റെ കിരീടത്തേക്കാൾ ശോഭയുണ്ടെന്ന് കവി കൽപ്പിച്ചിരിക്കുന്നു. ഭഗവാന്റെ പട്ടിനാണ് കൂടുതൽ തിളക്കം ഭഗവാന്റെ ആഭരണത്തെക്കാൾ എന്നൊരു ധ്വനി അവിടെ. അതുകൊണ്ടാണ് ശതം എന്നും കോട്ടി എന്നും രണ്ടായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ രവി ശതസന്നിഭ രത്ന വിനിർമ്മിത രമ്യ കിരീട മനോജ്ഞ ഹരേ. അപ്പൊ ഭഗവാൻ ആനപ്പുറത്തിരിക്കുന്ന ഭാവം നമുക്ക് കാണിച്ചു തരികയാണ്. മുനിവര മുദ്ഗല വംശ സുരക്ഷണ ദീക്ഷിത രക്ഷിത പാർത്ഥ ഹരേ. മുനിവര ശ്രേഷ്ഠനായ മുനി, മുദ്ഗല വംശ സുരക്ഷണ മുദ്ഗലന്റെ വംശത്തെ സംരക്ഷിക്കുന്നവൻ. മുദ്ഗലൻ എന്നുള്ളത് മഹാഭാരതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഋഷിയാണ്. ഇവിടെ ഈ ഭാഗത്ത് കവി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ല. കാരണം കഥകളിൽ ഭഗവാനും മുദ്ഗല ഋഷിയും തമ്മിലുള്ള ഒരു ലീലയെക്കുറിച്ച് നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. എന്നാൽ മഹാഭാരതത്തിൽ മുദ്ഗല ഋഷിയുടെ കഥയുണ്ട്. അദ്ദേഹം വളരെയധികം സാധുവായ മനുഷ്യനായിരുന്നു. ആരെയും ബുദ്ധിമുട്ടിക്കാതെ വനത്തിൽ വസിച്ചവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണത്തെ ഒന്ന് പരീക്ഷിക്കാനായിട്ട് ദുർവാസാവ് മഹർഷി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടുന്ന സാധനങ്ങൾ ആർക്കും ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ ശേഖരിച്ചിട്ട് അത് ഭക്ഷിക്കുന്നവനായിരുന്നു അദ്ദേഹം. അപ്പോൾ വളരെ കുറച്ച് സാധനങ്ങളെ ഉണ്ടാവും. പക്ഷെ വളരെയധികം ദാനശീലനാണ്, ക്ഷമാശീലനാണ്. എല്ലാ സദ്ഗുണങ്ങളും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മുദ്ഗലൻ എന്ന ഋഷി അദ്ദേഹം ഇതൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് ദുർവാസാവ് മഹർഷി വന്നു. എനിക്ക് നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും തരുമെന്ന് പറഞ്ഞു. അദ്ദേഹം എല്ലാം കൊടുത്തു. അതെല്ലാം ദുർവാസാവ് ഭക്ഷിച്ചു. അദ്ദേഹത്തിന് ഒരു അല്പം പോലും ബാക്കി വെച്ചില്ല, ഇറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞു വീണ്ടും ഇതേപോലെ അദ്ദേഹം ശേഖരിച്ചു കൊണ്ടുവന്ന സമയത്ത് ദുർവാസാവ് വീണ്ടും വന്നു, മുഴുവൻ ഭക്ഷിച്ചു പോയി. ഇങ്ങനെ പല തവണ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. അദ്ദേഹത്തിന് ഭക്ഷിക്കാനില്ലാത്ത വിധം മുഴുവൻ ഭക്ഷിച്ചു ദുർവാസാവ് പോയി. പക്ഷെ ഒരു തവണ പോലും അദ്ദേഹം ദേഷ്യം പ്രകടിപ്പിച്ചില്ല, നീരസം പ്രകടിപ്പിച്ചില്ല. വളരെ സന്തോഷത്തോടു കൂടി തന്നെ ദുർവാസാവിനെ ഊട്ടി. ഇത് കണ്ടപ്പോൾ ദുർവാസാവിന് വളരെ സന്തോഷമായി. അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. നിനക്ക് സ്വർഗം ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അങ്ങനെ ദുർവാസാവ് പോയി. അപ്പോൾ സ്വർഗത്തിനുള്ള യോഗ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ സ്വർഗത്തിൽ നിന്നുമുള്ള ദൂതൻ താഴേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അങ്ങ് സ്വർഗത്തിലേക്ക് വന്നാലുമെന്ന്. അപ്പോൾ മുദ്ഗലൻ ആ ദൂതനോട് ചോദിച്ചു, സ്വർഗം എങ്ങനെയാണ്, അതിൻ്റെ ഗുണം എന്താണ്, അതിൻ്റെ ദോഷം എന്താണ്, ഒക്കെ ഒന്ന് വർണ്ണിക്കുമെന്ന്. അപ്പോൾ പുണ്യം കൊണ്ട് കിട്ടുന്നതാണ് സ്വർഗമെന്നും അവിടെ ജരാനരകൾ തുടങ്ങിയതൊന്നുമില്ല എന്നും പുണ്യം തീരുന്നത് വരെ അവിടെ വസിക്കാമെന്നും സുഖം മാത്രമാണ് അവിടെയെന്നും പക്ഷെ പുണ്യം തീർന്നു കഴിഞ്ഞാൽ തിരിച്ച് ലോകത്തിലേക്ക് വരണമെന്നും പിന്നെ ഇവിടെ വന്ന് ഇവിടെയുള്ള ദുഃഖങ്ങൾ അനുഭവിക്കണമെന്നും ഒക്കെ ആ ദൂതൻ വർണ്ണിച്ചു കൊടുത്തപ്പോൾ അശാശ്വതമായ ഒന്നിൽ എനിക്ക് താല്പര്യമില്ല എന്ന് മുദ്ഗലൻ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, പകരം ശാശ്വതമായ എന്തെങ്കിലും ഒന്നുണ്ടോ? അപ്പൊ ശാശ്വതമായതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇതിനെല്ലാം ഉപരി നിൽക്കുന്ന ഭഗവാന്റെ ഭാവമാണ് ശാശ്വതം. അത് നിത്യമാണ്, സനാതനമാണ്. അങ്ങനെ ആ ഭാവം എന്താണെന്ന് മനസ്സിലാക്കി അത് നേടാനായിട്ട് അദ്ദേഹം സാധന തുടർന്നു. ദൂതനെ പറഞ്ഞയച്ചു, സ്വർഗം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹം സാധന തുടർന്നു. സാധന തുടർന്ന് അദ്ദേഹം ക്രമേണ ഭഗവത് സായുജ്യം നേടി ഭഗവാനിൽ ലയിച്ച് മുക്തനായി ഭവിച്ചു. ഇതാണ് മുദ്ഗല ഋഷിയുടെ കഥ. മഹാഭാരതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ മുദ്ഗല ഋഷിയുടെ വംശം എന്ന് പറയുമ്പോൾ ഇപ്പൊ മൗദ്ഗല്യ വംശം എന്ന് പറഞ്ഞിട്ട് ബ്രാഹ്മണരുടെ ഒരു വംശമുണ്ട്. അപ്പൊ ആ വംശത്തെ മുനിവര മുദ്ഗല വംശം, അപ്പൊ മുനിവരനായ മുദ്ഗലന്റെ വംശത്തെ സുരക്ഷണ ദീക്ഷിത, അദ്ദേഹത്തിന്റെ വംശത്തെ സംരക്ഷിക്കുന്നതിൽ വ്രതമെടുത്തിരിക്കുന്നവൻ.
ഭഗവാന് അദ്ദേഹത്തിൻ്റെ വംശത്തെ രക്ഷിക്കണം എന്ന വിചാരമുണ്ട്. കാരണം അദ്ദേഹം ഭഗവാനിൽ ലയിച്ചു. അപ്പം ഭഗവാനിൽ ലയിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തി മോക്ഷം നേടിക്കഴിഞ്ഞാൽ അവൻ്റെ കുലം തന്നെ പവിത്രീകരിക്കപ്പെട്ടുവെന്ന് പല പുരാണങ്ങളിലും നമുക്ക് കാണാം. അപ്പം ആ ഭാവത്തിലായിരിക്കാം കവി ഉദ്ദേശിച്ചത്. അപ്പം അദ്ദേഹത്തിൻ്റെ വംശത്തെ മുഴുവൻ ഭഗവാൻ പാലിച്ചു, കാരണം അദ്ദേഹം മോക്ഷത്തെ നേടി. അങ്ങനെ ഇരിക്കുന്ന ഭഗവാനാണ് ഇവിടെ ഉള്ളത് എന്നർത്ഥം വന്നു. അത് കഴിഞ്ഞ് പറയുന്നു രക്ഷിത പാർത്ഥ. പാർത്ഥനെ രക്ഷിച്ചവനാണ് ഭഗവാൻ. പാർത്ഥൻ എന്നാൽ പൃഥയുടെ മകൻ, അതായത് അർജുനനെ ഭഗവാൻ രക്ഷിച്ച സന്ദർഭങ്ങൾ ഒട്ടനവധിയുണ്ട്. പാണ്ഡവരെ മുഴുവൻ ഭഗവാൻ രക്ഷിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവരെ എല്ലാം നമുക്ക് പാർത്ഥ ശബ്ദത്തിൽ എടുക്കാം. കാരണം എല്ലാവരെയും വളർത്തിയത് പൃഥയാണ്, കുന്തിയാണ്. അതുകൊണ്ട് പാർത്ഥനെ രക്ഷിച്ച ഭാവത്തിലിരിക്കുന്നവനാണ് ഭഗവാൻ. ഇനി ഇതിനെ ഒറ്റപദമായിട്ട് എടുത്താൽ, ഇപ്പം ഇങ്ങനൊരു കഥ നമുക്ക് എവിടെയും ലഭ്യമല്ല, എൻ്റെ അറിവിലില്ല. എന്നാലും ഒറ്റപദമായിട്ട് എടുത്താൽ മുനിവരനായ ശ്രേഷ്ഠമുനിയായ മുദ്ഗലന്റെ വംശത്തെ സംരക്ഷിക്കുമെന്ന് വ്രതമെടുത്തിരിക്കുന്ന പാർത്ഥനെ രക്ഷിച്ചവനായ ഹരിയെ എന്നർത്ഥം വന്നു. അപ്പൊ മുദ്ഗലന്റെ വംശത്തെ പാർത്ഥൻ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചുവെന്നും അവിടെ ആ പാർത്ഥനെ ഭഗവാൻ രക്ഷിച്ചുവെന്നുമുള്ള അർത്ഥം വരും ഒറ്റപദമായിട്ട് എടുത്താൽ. പക്ഷെ അങ്ങനത്തെ ഒരു കഥ എൻ്റെ അറിവിലില്ല. ഏതെങ്കിലും ഭാഗത്തുണ്ടോ എന്നറിയില്ല. അതല്ലെങ്കിൽ രണ്ട് പദമായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ, കാരണം പാർത്ഥനെ എന്തായാലും ഭഗവാൻ രക്ഷിച്ചിട്ടുണ്ട്. ഇപ്പൊ ഭഗവത്ഗീത തന്നെ പാർത്ഥനുള്ള രക്ഷയാണ് ശരിക്കും. കാരണം അത് ശ്രവിച്ചത് കൊണ്ടാണ് യുദ്ധം ചെയ്യുകയും യുദ്ധം ജയിക്കുകയും പാർത്ഥൻ ചെയ്തത്. പിന്നീടും ഒരുപാട് സന്ദർഭങ്ങളിൽ പാർത്ഥനെ രക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ രക്ഷിത പാർത്ഥ എന്നൊരു പദമായിട്ടും മുദ്ഗലന്റെ വംശത്തെ സംരക്ഷിക്കാനുള്ള വ്രതത്തോടു കൂടിയവനാണെന്ന് മറ്റൊരു ഭാഗത്ത്. അപ്പൊ മുദ്ഗലനെ എന്ന ആ മുനിക്ക് അദ്ദേഹത്തിന്റെ ആ ഭക്തിയിൽ പ്രസാദിച്ച് അദ്ദേഹത്തിന്റെ വംശത്തെ മുഴുവൻ അദ്ദേഹം ഭഗവാൻ രക്ഷിച്ചു എന്ന അർത്ഥം വന്നു. അതിൽ ബദ്ധശ്രദ്ധനാണെന്ന അർത്ഥം വന്നു. അതുപോലെയുള്ള എല്ലാവരുടെയും വംശത്തെ ഭഗവാൻ രക്ഷിക്കുമെന്ന അർത്ഥവും അവിടെ നിന്നെടുക്കാം. കവി യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമല്ല. മുനിവര മുദ്ഗല വംശ സുരക്ഷണ ദീക്ഷിത രക്ഷിത പാർത്ഥ ഹരേ, എല്ലാവരുടെയും പാപങ്ങളെ ഹരിക്കുന്നവനെ. ജയ ജയ ഹേ ഗുരുവാത പുരാധിപ രോഗമശേഷമപാകുരുമേ, എൻ്റെ രോഗത്തെ പരിപൂർണമായി ഇല്ലാതെയാക്കിയാലും, അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ് വീണ്ടും വീണ്ടും ജയിച്ചാലും. കരജിത പങ്കജ കോട്ടി രവിപ്രഭ കോമല കൽപ്പിത വേഷഹരേ രവിശത സന്നിഭ രത്നവിനിർമ്മിത രമ്യ കിരീട മനോജ്ഞ ഹരേ മുനിവര മുദ്ഗല വംശ സുരക്ഷണ ദീക്ഷിത രക്ഷിത പാർത്ഥ ഹരേ ജയ ജയ ഹേ ഗുരുവാത പുരാധിപ രോഗമശേഷമപാകുരുമേ. ഇതായിരുന്നു 5-ാമത്തെ ശ്ലോകം. അടുത്തത് 6-ാമത്തെ ശ്ലോകമാണ്. ഭവഭയനാശക ഭോഗവിവർദ്ധക ഭക്തജനസ്തുതിമഗ്നമതേ യദുകുലനന്ദന മംഗലകാരണ ശത്രുനിവാരണ ദീക്ഷമതേ ഗജപതി സംശ്രയ വാദ്യസുഘോഷണ നാമസുകീർത്തന ഹൃഷ്ടമതേ ജയ ജയ ഹേ ഗുരുവാത പുരാധിപ രോഗമശേഷമപാകുരുമേ. ഭവഭയനാശക, ഭവം എന്നാൽ സംസാരം, ജനന മരണ ചക്രം. അതിൽ നിന്നുണ്ടാകുന്ന ഭയം മൃത്യുഭയം. ആ ഭയത്തെ നശിപ്പിക്കുന്നവനാണ് ഭഗവാൻ. മോക്ഷകനാണെന്ന് ഇതിനുള്ള മുമ്പിലുള്ള പദങ്ങളിലും സൂചിപ്പിച്ചു. ഇപ്പൊ മുദ്ഗലന്റെ കഥയൊക്കെ പറയുമ്പോൾ ആ അർത്ഥമാണ് നമുക്ക് കിട്ടുന്നത്. കാരണം ഭഗവാനിൽ ലയിച്ചപ്പോൾ ഭഗവാന് സന്തോഷമുണ്ടായി, അയാൾക്ക് മോക്ഷവും കൊടുത്തു, അദ്ദേഹത്തിന്റെ വംശത്തിലുള്ളവരെ മുഴുവൻ ഭഗവാൻ സംരക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഭവഭയ നാശക, ഭഗവാനെ നമ്മൾ സമീപിച്ചാൽ നമുക്ക് മരണഭയം ഇല്ലാതെയാകും. സാമാന്യ അർത്ഥത്തിലും സൂക്ഷ്മാർത്ഥത്തിലും ഇതെടുക്കാം. സാമാന്യ അർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാ മരണങ്ങൾക്കും എല്ലാ രോഗങ്ങളും മരണത്തിന് കാരണമാകും. അപ്പൊ അതുകൊണ്ട് എല്ലാ രോഗങ്ങളെയും ഇല്ലാതെയാക്കുന്ന വൈദ്യനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭവഭയ നാശകനാണ്. അപ്പൊ എല്ലാ ഭയത്തെയും ഇല്ലാതെയാക്കും. മരണം ഒരിക്കലും ഉണ്ടാവുകയില്ല. ഭഗവാന്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ പൂർണ്ണായുസ് നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ഭവഭയ നാശക. അതല്ലെങ്കിൽ സൂക്ഷ്മമായിട്ടെടുത്താൽ സംസാരത്തിൽ നിന്നും ഭഗവാൻ മോചിപ്പിക്കും. പിന്നെ ജനനമോ ഇല്ല, മരണമോ ഇല്ല, അദ്വിതീയമായ ബോധം സിദ്ധിക്കും. ഭോഗവിവർദ്ധക, ഭോഗത്തെ വർദ്ധിപ്പിക്കുന്നവനാണ്. ഇപ്പൊ ഭുക്തി മുക്തിപ്രദായക എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾക്ക് സമാനമാണ് ഇവിടെ. കാരണം ഭവഭയത്തെ നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ മോക്ഷത്തെ നൽകുമെന്നാണ് അർത്ഥം, മുക്തിയെ നൽകും. എന്നാൽ അതോടൊപ്പം തന്നെ പറയുന്നു ഭോഗവിവർദ്ധക, ഭോഗത്തെയും ഭഗവാൻ നൽകും. നമ്മൾ ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ളത് പല വാസനകളും നമുക്കുള്ളത് കൊണ്ട് ആ വാസനകൾക്കനുസരിച്ച് പ്രവർത്തിച്ച് ആ വാസനകൾക്കനുസരിച്ചുള്ള ആഗ്രഹങ്ങളെ നമ്മൾ അനുഭവിച്ചാൽ മാത്രമേ ആ വാസനകൾ തീരൂ.
മോക്ഷം സിദ്ധിക്കണമെങ്കിൽ നമ്മുടെ വാസനകൾ മുഴുവൻ ക്ഷയിക്കണം. അപ്പൊ നമുക്ക് ആഗ്രഹങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം മനസ്സിലാക്കി ഭഗവാൻ നമുക്ക് പ്രദാനം ചെയ്യും. അതുകൊണ്ട് ഭോഗവിവർദ്ധക, നമുക്ക് എല്ലാ ഭോഗങ്ങളെയും വളരെ അധികം തന്നെ ഭഗവാൻ നൽകും. അപ്പൊ അതിനോടൊക്കെ നമുക്ക് വിരക്തി വരും. അതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞ് മനസ്സ് ശാന്തമാകും. അങ്ങനെ ക്രമേണ തന്നിലേക്ക് ഭഗവാൻ അടുപ്പിച്ച് മോക്ഷത്തെയും നൽകും. അപ്പൊ മോക്ഷം നൽകുന്നവനുമാണ്, ഭോഗം നൽകുന്നവനുമാണ്. ഭവഭയനാശക ഭോഗവിവർദ്ധക ഭക്തജനസ്തുതി മഗ്നമതേ. ഭക്തജനങ്ങളുടെ സ്തുതി കേട്ടുകൊണ്ട് അതിൽ മുഴുകിയിരിക്കുന്നവനാണ് ഭഗവാൻ. ഗുരുവായൂർ അമ്പലത്തിൽ ഇരിക്കുന്ന ഭാവമാണ് വീണ്ടും ഇവിടെ പ്രകടമാക്കുന്നത്. ഭക്തരിങ്ങനെ നിരന്തരം വന്നുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്, പല പ്രകാരത്തിൽ സ്തുതിക്കുകയാണ്, പല ഭാഷകളിൽ ഭഗവാനെ സ്തുതിക്കുന്നു. എല്ലാ സ്തുതികളും ഒരേപോലെ ശ്രദ്ധയോട് കേട്ട് അത് സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ഭാവമാണ് ഭഗവാൻ. അതാണ് ഭക്തജനസ്തുതി മഗ്നമതേ. യദുകുല നന്ദന, യദുകുലത്തിൽ അവതരിച്ചവനാണ്, അതുകൊണ്ട് യദുകുല നന്ദനനാണ്. യദുവംശത്തിൽ ജനിച്ചതുകൊണ്ട് യദുകുലത്തിലുള്ളവരെ മുഴുവൻ ആനന്ദിപ്പിച്ചവനാണ്, അതുകൊണ്ടും യദുകുല നന്ദനനാണ്. അതായത് ഭഗവാൻ കൃഷ്ണനാണ്. മംഗളകാരണ, എല്ലാ മംഗളത്തിൻ്റെയും മൂലകാരണമാണ് ഭഗവാൻ. ലോകത്തിൽ മംഗളം ഉണ്ടാവണമെങ്കിൽ ഭഗവാനെ ആശ്രയിച്ചാൽ മതി. ഭഗവാൻ സ്വാഭാവികമായും അവിടെ മംഗളത്തെ ഉണ്ടാക്കും. ഭഗവാന്റെ സാന്നിധ്യമാണ് മംഗളത്തെ നൽകുന്നത്. വീട്ടിൽ ഐശ്വര്യം വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും. അതിനായിട്ട് പലതും അവർ ചെയ്യും. പക്ഷെ അവർ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്, ഭക്തി ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം ഭക്തി ഉണ്ടായാൽ ഈശ്വരൻ ഉണ്ടാവും. ഈശ്വരൻ ഉണ്ടെങ്കിൽ ഐശ്വര്യം ഉണ്ടാവും. ഈശ്വരൻ ഉള്ളതാണ് ഐശ്വര്യം. ആ ഐശ്വര്യമാണ് മംഗളം എന്ന പദം കൊണ്ട് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. മംഗളത്തിന് കാരണം ഭഗവാൻ തന്നെയാണ്. കാരണം ഭഗവാന്റെ സ്വരൂപമാണ് മംഗളം. ഭഗവാനിൽ നിന്നാണ് മംഗളം ഉദ്ഭവിക്കുന്നത്. ശത്രു നിവാരണ ദീക്ഷമതേ, ശത്രുക്കളെ ഇല്ലാതെയാക്കുന്നതിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നവനാണ്. ശത്രുക്കളെ വധിക്കുക എന്നുള്ളത് ഭഗവാൻ ഒരു വ്രതം തന്നെയാണ്. ആ ദീക്ഷയെ സ്വീകരിച്ചിരിക്കുന്നവനാണ് ഭഗവാൻ എന്ന് സൂചിപ്പിക്കാൻ ശത്രു നിവാരണ ദീക്ഷമതേ. ഭഗവാന് ആരോടും ശത്രുതയില്ല. അപ്പൊ ഇവിടെ ശത്രു നിവാരണൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശത്രു എന്നർത്ഥം വരുന്നില്ല. പക്ഷേ ഭഗവാനോട് പലർക്കും ശത്രുതയുണ്ട്. കാരണം ധർമ്മവിരുദ്ധമായി നടക്കുന്നവർ, അധർമ്മത്തെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഭഗവാന്റെ വ്യവസ്ഥയെയാണ് തകർക്കാൻ ശ്രമിക്കുന്നത്. സ്വാഭാവികമായും ആ സമയങ്ങളിലെല്ലാം ഭഗവാൻ അവതരിക്കും, ധർമ്മത്തെ പുനഃസ്ഥാപിക്കും, അത്തരം അധർമ്മികളെ ഇല്ലാതെയാക്കും. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു. അങ്ങനെ അവതരിച്ച് അദ്ദേഹം ധർമ്മത്തെ സംസ്ഥാപിക്കും. അതുകൊണ്ട് അത്തരം ആൾക്കാരൊക്കെ, അധർമ്മികളൊക്കെ ശത്രുസ്ഥാനത്താണ് ഭഗവാൻ. ഭഗവാന് അവരോട് ശത്രുതയില്ല. പക്ഷെ അവരുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട് ഭഗവാൻ അവർക്ക് ദണ്ഡനം കൊടുക്കും. അത് മരണമാണ്. അതുകൊണ്ട് ശത്രു നിവാരണ ദീക്ഷമതേ എന്നൊരർത്ഥം. ഇനി ഭക്തർക്ക് അവരുടെ ശത്രുക്കളെ ഇല്ലാതെയാക്കി കൊടുക്കുന്നവൻ എന്നർത്ഥവും വന്നു. അതും രണ്ട് തലത്തിലെടുക്കാം. ഭക്തർക്ക് പലരോടും ശത്രുതയുണ്ടാവും. ആ ശത്രുതയെ ഇല്ലാതെയാക്കുന്നവനെന്നും ഭക്തരെ ഉപദ്രവിക്കുന്നവരെ ഇല്ലാതെയാക്കുന്നവനെന്നും അവരുടെ ഉപദ്രവങ്ങളെ ഇല്ലാതെയാക്കുന്നവനെന്നും അർത്ഥത്തിൽ ശത്രു നിവാരണ ദീക്ഷമതേ. അതിൽ വളരെയധികം കഴിവ് ഭഗവാനുണ്ട്. ഇപ്പം നമുക്ക് ശത്രുക്കളുടെ ദോഷമൊക്കെ ഉണ്ടെങ്കിൽ, ആ ദുരിതമൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഭഗവാനെ സമീപിച്ചാൽ അതിൽ നിന്ന് മോചനം ഉറപ്പായും ലഭിക്കുമെന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ഗജപതി സംശ്രയ വാദ്യ സുഘോഷണ നാമ സുകീർത്തന ഹൃഷ്ടമതേ. ഗജപതി സംശ്രയ, ഗജപതി ആന, കരിശ്രേഷ്ഠൻ, ശ്രേഷ്ഠമായ ആന. ആ ഗജവീരന്റെ പുറത്ത്, ആനപ്പുറത്ത് ഇരിക്കുകയാണ് ഭഗവാൻ. അതാണ് ഗജപതി സംശ്രയ. ആ ഗജപതിയെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആനപ്പുറത്ത് എഴുന്നള്ളുകയാണല്ലോ, അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കുകയാണ്. അപ്പൊ ഗജപതി സംശ്രയ വാദ്യ സുഘോഷണ, ഭഗവാന്റെ മുമ്പില് വാദ്യങ്ങൾ മുഴക്കപ്പെടുന്നുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ ഇന്ന് പോയാലും കാണാം. ഭഗവാനെ ഒരു ചക്രവർത്തിയെ പോലെ ഇങ്ങനെ എഴുന്നള്ളിക്കുകയാണ്. അപ്പൊ വാദ്യങ്ങൾ ഇങ്ങനെ മുഴക്കുന്നുണ്ട്. അതെല്ലാം കണ്ടുകൊണ്ട് ആനപ്പുറത്തിരിക്കുകയാണ്. നാമസുകീർത്തന, അദ്ദേഹത്തിന്റെ പിന്നിൽ ഭക്തരുണ്ട്. ഭക്തർ ഭഗവാന്റെ നാമം ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് ഭഗവാനോടൊപ്പം ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് വാദ്യങ്ങൾ മുഴങ്ങുന്നു, ഒരു ഭാഗത്ത് ഭക്തര് നാമങ്ങളെ എങ്ങനെ കീർത്തിക്കുന്നു. ഇതെല്ലാം ശ്രവിച്ചുകൊണ്ട്, ഇതിലെല്ലാം ആനന്ദം കണ്ടെത്തിക്കൊണ്ട് ആനപ്പുറത്ത്, ശ്രേഷ്ഠനായ ഒരു ആനയുടെ പുറത്ത് ചക്രവർത്തിയെ പോലെ കുടയൊക്കെ ധരിച്ച്
പഞ്ചാമരങ്ങളൊക്കെ വീശി കൊടുത്തുകൊണ്ട് അങ്ങനെ ഭഗവാൻ ഇങ്ങനെ എഴുന്നള്ളുകയാണ്. അങ്ങനെ എഴുന്നള്ളുന്ന ആ ഭാവത്തിൽ ഹൃഷ്ടമതേ, അതിലെല്ലാം സന്തോഷിക്കുന്നവനാണ് ഭഗവാൻ. ഹൃഷ്ടമായ മതിയുള്ളവൻ, അതിലൊക്കെ ഭഗവാൻ ആനന്ദമാണ്. അപ്പൊ ഭഗവാന്റെ ഗുരുവായൂർ അമ്പലത്തിലുള്ള വാസവും അദ്ദേഹത്തിന്റെ പൂജാക്രമങ്ങളും അദ്ദേഹത്തിന്റെ ആരാധനാക്രമങ്ങളെയും ഒക്കെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അതാണ് ഗജപതി സംശ്രയ വാദ്യസുഘോഷണ നാമസുകീർത്തന ഹൃഷ്ടമതേ. ജയ ജയ ഹേ ഗുരുവാത പുരാധിപ രോഗമശേഷമപാകുരുമേ. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് വീണ്ടും വീണ്ടും ജയിക്കട്ടെ, എൻ്റെ രോഗങ്ങളെ പരിപൂർണമായി ഇല്ലാതെയാക്കിയാലുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവഭയനാശക ഭോഗവിവർദ്ധക ഭക്തജനസ്തുതി മഗ്നമതേ യദുകുലനന്ദന മംഗളകാരണ ശത്രുനിവാരണ ദീക്ഷമതേ ഗജപതി സംശ്രയ വാദ്യസുഘോഷണ നാമസുകീർത്തന ഹൃഷ്ടമതേ. ജയ ജയ ഹേ ഗുരുവാത പുരാധിപ രോഗമശേഷമപാകുരുമേ. ഇതായിരുന്നു 6ാമത്തെ ശ്ലോകം. അടുത്തത് 7ാമത്തെ ശ്ലോകമാണ്. വിധിഹര നാരദ തുമ്പുരു സദ്ഗുരു വായുമുഖാമര പൂജ്യ ഹരേ കലിയുഗ സംഭവ കൽമഷ നാശക കാമ്യഫലപ്രദ മോക്ഷപതേ കവിവര ഭട്ട തിരിസ്തുതി കമ്പിത മസ്തക ദർശിത ദിവ്യതനോ ജയ ജയ ഹേ ഗുരുവാത പുരാധിപ രോഗമശേഷമപാകുരുമേ. ഇവിടെ ഭഗവാനെ വിളിക്കുകയാണ്. വിധിഹര നാരദ തുമ്പുരു സദ്ഗുരു വായുമുഖാമര പൂജ്യ ഹരേ. ഭഗവാൻ പൂജിക്കപ്പെടുന്നു. ആരാലാണ് പൂജിക്കപ്പെടുന്നത്? അമരരാൽ പൂജിക്കപ്പെടുന്നു. എങ്ങനെയുള്ള അമരന്മാരാണ്? മരണമില്ലാത്തവരാണ് അമരന്മാർ. മുഖാമര, മുഖം എന്ന ശബ്ദം കൊണ്ട് ഇവിടെ ശ്രേഷ്ഠമായവർ, മുഖ്യമായവർ എന്നൊക്കെ സൂചിപ്പിക്കുന്നു. അപ്പൊ മുഖ്യരായിട്ടുള്ള അമരന്മാരാൽ പൂജിക്കപ്പെടുന്നവനാണ് ഭഗവാൻ. അത് ആരൊക്കെയാണെന്നുള്ള കുറച്ച് പേരുകളാണ് തുടക്കത്തിൽ പറയുന്നത്. വിധി, വിധി എന്നാൽ ബ്രഹ്മാവ്. ഹര, അതായത് മഹാദേവൻ. നാരദൻ, തുമ്പുരു, തുമ്പുരു ഒരു മഹർഷിയാണ്. സദ്ഗുരു, സദ്ഗുരു എന്നുള്ളത് ബൃഹസ്പതിയെ സൂചിപ്പിക്കുന്നു. വായു, വായുദേവൻ തുടങ്ങിയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള അമരന്മാരാൽ പൂജിക്കപ്പെടുന്നവനാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാനെ ബ്രഹ്മാവ് പൂജിക്കുന്നു, ശിവൻ പൂജിക്കുന്നു, നാരദൻ പൂജിക്കുന്നു, തുമ്പുരു പൂജിക്കുന്നു, ബൃഹസ്പതി പൂജിക്കുന്നു, വായു പൂജിക്കുന്നു. അങ്ങനെ എല്ലാ ദേവന്മാരും ഭഗവാനെ പൂജിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഹരിയെ, എല്ലാവരുടെയും മനസ്സിനെ ഹരിച്ചവനാണ്. അവരുടെ എല്ലാം മനസ്സിനെ ഹരിച്ചത് കൊണ്ടാണ് അവരൊക്കെ ഭഗവാനെ പൂജിക്കുന്നത്. അതുകൊണ്ട് ഹരിയാണ്. കലിയുഗ സംഭവ, ഗുരുവായൂർ എന്ന ക്ഷേത്രത്തിൽ ഭഗവാൻ ആവിർഭവിച്ചത് കലിയുഗത്തിലാണ്. കാരണം ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയ സമയത്താണ് കലി ആരംഭിക്കുന്നത്. ആ സമയത്ത് ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി അവരുടെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലാതെയാക്കി അവർക്ക് സംരക്ഷണം നൽകണമെന്നുള്ളത് കൊണ്ട് ഭഗവാൻ സദാ ഇവിടെ വസിക്കുന്നു, ഗുരുവായൂർ അമ്പലത്തിൽ. അതുകൊണ്ട് കലിയുഗ സംഭവനാണ് ഭഗവാൻ. കലിയുഗത്തിന്റെ ദേവനാണ് ഭഗവാൻ. കലിയുഗത്തിൽ നമ്മൾ എല്ലാവരും ആശ്രയം തേടേണ്ടത് ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിലാണ്. കലിയുഗ സംഭവ, കൽമഷ നാശക. കലിയുഗത്തിൽ എന്തിനാണ് ഭഗവാൻ സംഭവിച്ചത്? എല്ലാ കൽമഷങ്ങളെയും, അതായത് പാപങ്ങളെയും നശിപ്പിക്കാൻ വേണ്ടി. ഒരുപാട് പാപങ്ങൾ കലിയുഗത്തിൽ വർദ്ധിക്കും. ആ പാപങ്ങൾ കൊണ്ട് ഒരുപാട് ദുഃഖങ്ങൾ, ദുരിതങ്ങൾ ആൾക്കാർ അനുഭവിക്കും. അപ്പൊ അങ്ങനെയുള്ള തൻ്റെ ഭക്തരെ മോചിപ്പിക്കാനായിട്ട് ഭഗവാൻ കലിയുഗത്തിൽ ഒരു ദിവ്യ വിഗ്രഹം പൂണ്ട് ഇവിടെ ഗുരുവായൂരിൽ വസിക്കുകയാണ്. അവിടെ തന്നെ കാണാൻ വരുന്ന എല്ലാ ഭക്തരുടെയും കലിയുഗജന്യമായിട്ടുള്ള എല്ലാ പാപങ്ങളെയും ഭഗവാൻ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവരുടെ പാപങ്ങളെ മുഴുവൻ നീക്കി കാമ്യഫലപ്രദ, അവരാഗ്രഹിക്കുന്ന ഫലങ്ങളെ അവർക്ക് നൽകുന്നു. പല പല ആഗ്രഹങ്ങളുമായിട്ടാണ് ഭക്തർ ഭഗവാന്റെ അടുത്തേക്ക് വരുന്നത്. വളരെ ചെറിയ ആഗ്രഹമുള്ളത്, വളരെ വലിയ ആഗ്രഹം. വലുതെന്ന് പറഞ്ഞാൽ മോക്ഷം എന്ന് തന്നെ. അപ്പൊ ഏറ്റവും ഉയർന്ന മോക്ഷം മുതൽ ഏറ്റവും താഴെ തട്ടിലുള്ള ഭോഗങ്ങൾ വരെ കാക്ഷിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് ഭക്തർ വരുന്നു. കലിയുഗത്തിന്റെ ദുഃഖങ്ങളൊക്കെ അവരെ അലട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പാപങ്ങളുമായിട്ട് അവർ വരുമ്പോൾ അവരുടെ എല്ലാ പാപങ്ങളെയും നീക്കി അവർക്ക് ആഗ്രഹമുള്ള എല്ലാ ഫലങ്ങളെയും അവർക്ക് നൽകി ക്രമേണ അവരെ മോക്ഷത്തിന് അർഹനാക്കുന്നു. അതുകൊണ്ടാണ് മോക്ഷപതേ എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ എല്ലാ ഭോഗങ്ങളെയും നൽകി അവർക്ക് തൃപ്തി വരുത്തി അവർക്ക് മോക്ഷത്തെയും നൽകുന്നു. അപ്പോൾ കലിയുഗത്തിന്റെ ദേവനാണ്, പാപങ്ങളെ ഇല്ലാതെയാക്കുന്നവനാണ്, ആഗ്രഹങ്ങളെ നൽകുന്നവനാണ്, മുക്തിയെ നൽകുന്നവനാണ്.
കലിയുഗ സംഭവ കൽമഷനാശക കാമ്യഫലപ്രദ മോക്ഷപതേ. കവിവര ഭട്ടതിരിസ്തുതികമ്പിത മസ്തകദർശിത ദിവ്യതനോ. കവി വരൻ, ശ്രേഷ്ഠനായ കവി. ആരാ? ഭട്ടതിരി, നാരായണ ഭട്ടതിരി. അദ്ദേഹം രചിച്ചിട്ടുള്ള സ്തുതി അതേതാ? നാരായണീയം, സാക്ഷാത് നാരായണീയം. ഭൂലോക വൈകുണ്ഠത്തിന്റെ മഹിമയെ ലോകം മുഴുവൻ പ്രചരിപ്പിച്ച അസുലഭമായ അതിദിവ്യമായ കൃതിയാണ് നാരായണീയം. വാതരോഗം ബാധിച്ചിട്ടുള്ള ഭട്ടതിരി അതിവിടെ സമർപ്പിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ വാതരോഗം ഇല്ലാതെയായത്. അപ്പൊ അദ്ദേഹം ഇതിവിടെ രചിച്ച് ഭഗവാനെ സമർപ്പിച്ചു. അങ്ങനെ സമർപ്പിച്ചപ്പോൾ കമ്പിത മസ്തക ദർശിത, ഇത് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം. ഒന്ന്, ഭട്ടതിരി ഇത് രചിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ആ രചനയുടെ ആനന്ദത്തിൽ തല ഇങ്ങനെ ആട്ടിക്കൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്. കമ്പിതം എന്ന് പറഞ്ഞാൽ ഇളകുന്നത്, മസ്തകം എന്നാൽ തല. അപ്പൊ ഇളകുന്ന തലയുമായിട്ട് ഭട്ടതിരി ഇങ്ങനെ ഭഗവാനെ സ്തുതിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭഗവാന്റെ ദർശനം ലഭിച്ചു. ദർശിത ദിവ്യതനോ. അഗ്രേ പശ്യാമി എന്ന് പറഞ്ഞ് അവസാനത്തെ ദശകത്തിൽ അദ്ദേഹം ആ ദർശനം വർണ്ണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഭഗവത് ദർശനം ഉണ്ടായി. അപ്പൊ അതുണ്ടായത് അദ്ദേഹം ഇങ്ങനെ ആ കീർത്തനം ഇങ്ങനെ തലയാട്ടി ആലപിച്ച് ആ 100 ദശകങ്ങളും പൂർത്തിയാക്കിയപ്പോൾ അദ്ദേഹത്തിന് ദർശനമുണ്ടായി എന്നർത്ഥം വന്നു. അങ്ങനത്തെ ശരീരത്തോടു കൂടിയവൻ, ദിവ്യമായ ദേഹത്തോടു കൂടി അദ്ദേഹത്തിന്റെ മുമ്പിൽ അവതരിച്ചു. അതല്ലെങ്കിൽ അദ്ദേഹം ഈ സ്തുതി പാടിയപ്പോൾ ആ സ്തുതി പാടുന്നത് മുഴുവൻ ഭഗവാൻ തലയാട്ടിക്കൊണ്ട് കേൾക്കുന്നതായിട്ട് ഭട്ടതിരി കണ്ടു. ഗുരുവായൂരപ്പൻ നാരായണീയം മുഴുവൻ കേട്ട് ആസ്വദിച്ചു. ഭഗവാൻ ആസ്വദിച്ചതിന്റെ ലക്ഷണം ആ കൃതിയിൽ ഉടനീളമുണ്ട്. അതിന് ഇത്രയും പ്രസിദ്ധി കിട്ടാൻ കാരണം തന്നെ ഭഗവാന്റെ ആ അനുമോദനമാണ്. ഭഗവാൻ അത് ആസ്വദിച്ചു, അതുകൊണ്ട് ഭക്തർക്കൊക്കെ അത് പ്രിയമായി. അപ്പൊ അതുകൊണ്ട് ഭട്ടതിരി വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് അവിടെ വന്നിട്ട് പാടുകയാണ്. ആ പാടുന്ന ഓരോ ശ്ലോകവും കേട്ട് ഇങ്ങനെ തലയാട്ടി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെ ഭട്ടതിരി കണ്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ കണ്ടുകൊണ്ട് തന്നെ സ്തുതിച്ചു. അപ്പൊ അവസാനത്തിലല്ല ദർശനം, തുടക്കം മുതൽ കൊടുക്കം വരെ നാരായണീയം രചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഴുവൻ ഭഗവാനെ കണ്ടുകൊണ്ട് രചിച്ചു എന്ന അർത്ഥവും അവിടെ കിട്ടി. ഇനി ഭട്ടതിരിക്ക് വാതരോഗമായിരുന്നു, അതിൻ്റെ ഇളക്കമാകാം തലയ്ക്കും ദേഹത്തിനും എന്നും കൂടി പറയാം. അപ്പൊ അങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന ദേഹത്തോടു കൂടിയാണ് ഇത് രചിച്ച് സമർപ്പിച്ചത്. അങ്ങനെ സമർപ്പിച്ചപ്പോൾ ദർശനമുണ്ടായി എന്നും അർത്ഥം. കവിവര ഭട്ടതിരിസ്തുതി കമ്പിത മസ്തക ദർശിത ദിവ്യതനോ. ജയ ജയ ഹേ ഗുരുവാതപുരാധിപ രോഗമശേഷമപാകുരുമേ. എൻ്റെ എല്ലാ രോഗങ്ങളെയും പരിപൂർണമായിട്ട് ഇല്ലാതെയാക്കിയാലും അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് ജയിച്ചാലും. വിധിഹര നാരദ തുമ്പുരു സദ്ഗുരു വായുമുഖാമര പൂജ്യ ഹരേ. കലിയുഗ സംഭവ കൽമഷ നാശക കാമ്യഫലപ്രദ മോക്ഷപതേ. കവിവര ഭട്ടതിരിസ്തുതി കമ്പിത മസ്തക ദർശിത ദിവ്യതനോ. ജയ ജയ ഹേ ഗുരുവാതപുരാധിപ രോഗമശേഷമപാകുരുമേ. ഇതായിരുന്നു 7ാമത്തെ ശ്ലോകം. ഇനി 8ാമത്തെ ശ്ലോകമാണ്, അവസാനത്തെ ശ്ലോകമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫലശ്രുതിയാണ്. ചരണയുഗാഗത ഭക്തജനാർപ്പിത ദേഹതുലാഭര തുഷ്ടമതേ. തവ ചരണാംബുജ മാനസ പൂന്ദന ദർശിത ദിവ്യഗൃഹാധിപതേ. വിഷഭയരക്ഷിത പാണ്ഡ്യനരേശ്വര കൽപ്പിത മന്ദിര വൈദ്യപതേ. ജയ ജയ ഹേ ഗുരുവാതപുരാധിപ രോഗമശേഷമപാകുരുമേ. ഭഗവാന്റെ ആവിർഭാവത്തെ വർണ്ണിച്ചു, ഗുരുവായൂർ ക്ഷേത്രത്തിൽ വസിക്കുന്നത് വർണ്ണിച്ചു, ഇവിടെ എങ്ങനെയൊക്കെയാണ് പൂജാക്രമങ്ങൾ എന്ന് വർണ്ണിച്ചു, ഭക്തർ എങ്ങനെയാണ് ഇവിടെ ഉള്ളതെന്ന് വർണ്ണിച്ചു, ഭക്തർക്ക് കൊടുക്കുന്ന ദർശനം എങ്ങനെയാണെന്ന് വർണ്ണിച്ചു. ഇനി ഭഗവാന്റെ പ്രമുഖരായ ഭക്തരെ ഒന്ന് ചെറുതായിട്ട് സൂചിപ്പിക്കുകയാണ്. ഭഗവാന്റെ മഹിമ ഒന്നും കൂടി ഊട്ടിയുറപ്പിക്കാൻ പ്രമുഖരായ ഭക്തരുടെ പേര് പറഞ്ഞുകൊണ്ട് ഭഗവാനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ. അപ്പൊ ആദ്യം ഭട്ടതിരിയുടെ കാര്യം നേരത്തെ പറഞ്ഞു. ഇനി തുടർന്നുള്ള കുറച്ച് ഭക്തരുടെ പേര് പറയുകയാണ്, അങ്ങനെ സമാപിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ ആദ്യം പറയുന്നു, ചരണയുഗാഗത ഭക്ത ജനാർപ്പിത ദേഹതുലാഭര തുഷ്ടമതേ. ചരണയുഗം, 2 പാദങ്ങളെ ആഗതം വന്നെത്തിയിട്ടുള്ള, ശരണം പ്രാപിച്ചിട്ടുള്ള ഭക്തജനങ്ങളാൽ അർപ്പിതമായ, അതാണ് ചരണയുഗാഗത ഭക്തജനാർപ്പിത ദേഹതുലാഭര തുഷ്ടമതേ. അവർ ഭഗവാന്റെ അടുത്ത് വന്ന് അവരുടെ ദേഹത്തിന് തുല്യമായിട്ടുള്ള, ആ ദേഹത്തിന്റെ ഭാരത്തിന് തുല്യമായിട്ടുള്ള ഒരു വസ്തു ഭഗവാന് സമർപ്പിക്കുന്നു. ആ സമർപ്പണത്തെ സ്വീകരിച്ച് ഭഗവാൻ സന്തോഷിക്കുന്നു.
തുലാഭാരം എന്ന വഴിപാടിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഗുരുവായൂരമ്പലത്തിൽ ഇരിക്കുമ്പോൾ ഭക്തർ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ഭക്തർ പല ആവശ്യങ്ങളുമായിട്ടാണ് വരുന്നത്. അതിൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വഴിപാട് ഭഗവാന് തൻ്റെ ഭാരത്തിനൊത്തിട്ടുള്ള ദ്രവ്യങ്ങളെ സമർപ്പിക്കുകയാണ്. ദ്രവ്യം എന്തു വേണമെങ്കിലും ആകാം, വെറും ജലം തന്നെ സമർപ്പിക്കാം, എന്തു വേണമെങ്കിലും സമർപ്പിക്കാം. അതെല്ലാം സന്തോഷത്തോടെ. കാരണം എന്തു കൊടുക്കുന്നു എന്ന് ഭഗവാൻ നോക്കാറില്ല, എങ്ങനെ കൊടുക്കുന്നു എന്നാണ് നോക്കുന്നത്. ഭാവഗ്രാഹി ജനാർദ്ദന പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി എന്ന് ഗീതയിൽ പറയുന്നുണ്ട്. ഇലയോ പൂവോ ജലമോ എന്തു വേണമെങ്കിലും എനിക്ക് നൽകാം, സന്തോഷത്തോടു കൂടി ഭക്തിയോടുകൂടി നൽകിയാൽ മതി, ഞാനത് സ്വീകരിക്കും. അപ്പം അതുകൊണ്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ശരണം പ്രാപിച്ചിരിക്കുന്ന ഭക്തന്മാര് നടത്തുന്ന തുലാഭാര വഴിപാടിനെ സ്വീകരിച്ചുകൊണ്ട് സന്തോഷിക്കുന്നവനാണ് ഭഗവാൻ. തവ ചരണാംബുജ മാനസ, അങ്ങയുടെ ചരണാംബുജം, അംബുജം എന്നാൽ താമര, അപ്പോൾ പാദപത്മങ്ങളെ ഉറപ്പിച്ചിട്ടുള്ള മനസ്സോടു കൂടിയ, അതാണ് തവ ചരണാംബുജ മാനസ. പൂന്തന, പൂന്തന എന്നിവിടെ പറയുന്നത് പൂന്താനം തിരുമേനിയെയാണ്. അപ്പോൾ അങ്ങയുടെ പാതാരവിന്ദങ്ങളെ സദാ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന പൂന്താനം തിരുമേനി ദർശിത, അദ്ദേഹം കണ്ടിട്ടുള്ള, അദ്ദേഹത്തിന് ദർശനം നൽകിയിട്ടുള്ള ദിവ്യഗൃഹാധിപതി, ദിവ്യമായ ഗൃഹത്തിൽ വസിക്കുന്നവനെ. ഏതാണ് ദിവ്യഗൃഹം? ഗുരുവായൂർ തന്നെ. അപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ വസിക്കുന്നവനെ അങ്ങിവിടെ പണ്ട് വന്നിട്ടുള്ള, അപ്പൊ നേരത്തെ നാരായണ ഭട്ടതിരിയുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഭഗവാന് പ്രിയമുള്ള ഭക്തനാണ് പൂന്താനം. ആ പൂന്താനം തിരുമേനി അങ്ങയുടെ പാതാരവിന്ദങ്ങളെ മാത്രം ധ്യാനിച്ചുകൊണ്ട് മറ്റൊരു ആശ്രയവും തനിക്കില്ല എന്ന ഉറച്ച ബോധത്തോടു കൂടി ഇവിടെ വന്ന് അങ്ങയെ ശരണാഗതി നേടിയപ്പോൾ അങ്ങ് അദ്ദേഹത്തിന് ദർശനം നൽകി. അങ്ങനെ ഇവിടെ ശോഭിക്കുന്നവനാണ് അങ്ങ്. അപ്പോൾ പ്രമുഖ ഭക്തരുടെ പേര് പറയുകയാണ്. ആദ്യം ഭട്ടതിരിയുടെ പറഞ്ഞു, ഇപ്പോൾ പൂന്താനം തിരുമേനിയുടെ പറഞ്ഞു. തവ ശരണാംബുജ മാനസ പൂന്തന ദർശിത ദിവ്യ ഗൃഹാധിപതേ. സ്വന്തം മകൻ നഷ്ടമായപ്പോൾ അതുപോലും വകവയ്ക്കാതെ ഭഗവാൻ മാത്രം ശരണമെന്ന് പറഞ്ഞ് ഇവിടേക്ക് വന്നവനാണ്. ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് ജ്ഞാനപ്പാനയിൽ പറഞ്ഞിട്ടുള്ള ആ മഹാപുരുഷൻ, ആ പൂന്താനം തിരുമേനി, അദ്ദേഹത്തെ മനസ്സുകൊണ്ട് നമിക്കുന്നു. അദ്ദേഹത്തിന് ദർശനം കൊടുത്തിട്ടുള്ളവനാണ് ഭഗവാൻ. വിഷഭയരക്ഷിത പാണ്ഡ്യ നരേശ്വര കൽപ്പിത മന്ദിര വൈദ്യപതേ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വിഷഭയ രക്ഷിത, വിഷഭയത്തിൽ നിന്നും രക്ഷ നേടിയ പാണ്ഡ്യ നരേശ്വരൻ, പാണ്ഡ്യ രാജാവ്, ഒരു കഥയെ സൂചിപ്പിക്കുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പാണ്ഡ്യവംശത്തിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജാതകം നോക്കിയ ഒരു ജ്യോതിഷൻ സർപ്പത്തിൻ്റെ ദംശനമേറ്റ് അദ്ദേഹം മരണപ്പെടുമെന്ന്, ഇത്ര ദിവസത്തിനകം മരണപ്പെടുമെന്ന് കൃത്യമായി നാള് കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. വളരെ പ്രഗത്ഭനായ ജ്യോതിഷനാണ്, അദ്ദേഹത്തിന് തെറ്റുപറ്റാറില്ല. രാജാവ് വീണ്ടും വീണ്ടും ചോദിച്ചു, ഒന്നും കൂടി നോക്കൂ എന്ന് പറഞ്ഞു. പലതവണയും നോക്കി, ഒരേ ലക്ഷണമാണ് കാണുന്നത്, പാമ്പിൻ്റെ കടി ഏൽക്കും, അതോടുകൂടി അങ്ങേക്ക് മരണം സംഭവിക്കും, ഇത് ഉറപ്പാണെന്ന് പറഞ്ഞു. രാജാവിന് വല്ലാത്ത ദുഃഖമായി. മന്ത്രിമാരെയൊക്കെ വിളിച്ച് ഇനി എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ആരോ ഉപദേശിച്ചതാണ്, ഗുരുതുല്യനായ ആരോ അദ്ദേഹത്തിനോട് ഉപദേശിച്ചു, ഗുരുവായൂർ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാനെ ഭജിക്കുക, ഭഗവാൻ കനിഞ്ഞാൽ അങ്ങേക്ക് രക്ഷ കിട്ടും. അങ്ങനെ ആ പാണ്ഡ്യ രാജാവ് ഗുരുവായൂരിൽ വന്നു. ഇവിടെ വന്ന് ഭഗവാനെ കുറേ കാലം ഭജിച്ചു. അങ്ങനെ ഭജിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞിട്ടുള്ള സമയം, ഇന്ന മുഹൂർത്തത്തിൽ മരിക്കുമെന്നാണ് പറഞ്ഞത്, ആ സമയം അതിക്രമിച്ചു. പിറ്റേത്തെ ദിവസം സുപ്രഭാതമായി നോക്കുമ്പോൾ അദ്ദേഹത്തിന് മരണം സംഭവിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ട്. അപ്പോൾ ജ്യോതിഷന് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് ജ്യോതിഷനെ വിളിച്ചു വരുത്തി. എന്നിട്ട് വളരെ ദേഷ്യത്തോടു കൂടി ചോദിച്ചു, അങ്ങ് പറഞ്ഞില്ലേ പാമ്പ് കടി ഏൽക്കും എവിടെ എന്ന് ചോദിച്ചു. ജ്യോതിഷൻ പറഞ്ഞു, എൻ്റെ കണക്ക് തെറ്റാൻ വഴിയില്ല, അങ്ങയുടെ ദേഹം ഒന്ന് പരിശോധിക്കാനുള്ള അനുമതി നൽകണമെന്ന്. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ദേഹം പരിശോധിച്ചു നോക്കുമ്പോൾ കാൽപാദത്തിൽ പാമ്പിൻ്റെ കടിയേറ്റ പാട് വ്യക്തമായി കാണുന്നുണ്ട്, അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഉപദേശം നൽകിയ ആ മഹത് വ്യക്തി അദ്ദേഹത്തോട് ആ സമയത്ത് പറയുകയാണ്, പാമ്പ് വന്ന് ഇന്നലെ രാത്രി അങ്ങയെ കടിച്ചിട്ടുണ്ടാവും, പക്ഷേ ആ പാമ്പിൻ്റെ വിഷത്തിൽ നിന്നും അങ്ങയ്ക്ക് മോചനം ഗുരുവായൂരപ്പൻ നൽകി. കാരണം അങ്ങ് ഭഗവാനെ ശരണം പ്രാപിച്ചു. ഭഗവാൻ എല്ലാ രോഗത്തെയും ഇല്ലാതെയാക്കുന്ന മഹാവൈദ്യനാണ്, വൈദ്യനാഥനാണ് ഭഗവാൻ. അപ്പോൾ അദ്ദേഹത്തെ അങ്ങ് ശരണം പ്രാപിച്ചതുകൊണ്ട് അങ്ങേഹത്തെ ജാതകപ്രകാരമുള്ള വിധിയെ നിലനിർത്തിക്കൊണ്ട് തന്നെ അങ്ങയ്ക്ക് മരണത്തിൽ നിന്നും മോചനം നൽകി. പാമ്പ് കടിയേൽക്കുമെന്ന ലക്ഷണമുണ്ട്, സാധാരണ കടിയേറ്റാൽ മരിക്കണം, പക്ഷെ അങ്ങ് മരിച്ചില്ല.
അത് മനസ്സിലാക്കിയപ്പോൾ ആ പാണ്ഡ്യരാജാവിന് എന്തെന്നില്ലാത്ത സന്തോഷമായി. ജ്യോതിഷൻ സത്യമാണ് പറഞ്ഞത്, എന്നാൽ ആ സത്യത്തെക്കാൾ വലിയ സത്യമാണ് ഗുരുവായൂരപ്പൻ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ ഗ്രഹങ്ങളെ പോലും ഭരിക്കുന്നവൻ, അതിനെ പോലും അതിക്രമിച്ചു നിൽക്കുന്ന ആ വൈഭവത്തോടു കൂടിയ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ചെന്ന് സാഷ്ടാംഗം നമിച്ച് കുറേ നേരം അദ്ദേഹത്തെ സ്തുതിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നുള്ള വിചാരമുണ്ടായപ്പോൾ അമ്പലത്തെ ഒന്നുകൂടി പുതുക്കി പണിതു, അതിനെ നന്നാക്കി, കൂടുതൽ ഗംഭീരമായ അലങ്കാരങ്ങളൊക്കെ ആ ക്ഷേത്രത്തിന് കൊടുത്തു, അതിനെ കുറച്ചുകൂടി വിപുലമാക്കി. അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതാണ് വിഷഭയ രക്ഷിത. വിഷഭയത്തിൽ നിന്നും രക്ഷയെ നേടിയ പാണ്ഡ്യവംശത്തിലെ നരേശ്വര രാജാവ്, കൽപ്പിക്കപ്പെട്ടിട്ടുള്ള മന്ദിരത്തിൽ വൈദ്യപതിയായിട്ട് ശോഭിക്കുന്നവനെ, വൈദ്യന്മാർക്ക് പോലും പതിയായിട്ടിരിക്കുന്നവൻ, ലോകത്തിൽ ചികിത്സിക്കുന്നവർ മുഴുവൻ ആരെ ആശ്രയിക്കുന്നുവോ അവൻ വൈദ്യപതി, അങ്ങനെ ഇരിക്കുന്നവൻ. അപ്പൊ അദ്ദേഹത്തിന് വിഷത്തിന്റെ ഭയത്തിൽ നിന്നും മോചനം കൊടുത്തപ്പോൾ അദ്ദേഹം തന്റെ മന്ദിരത്തെ ഒന്നും കൂടി നന്നാക്കി തന്നു. അങ്ങനത്തെ മന്ദിരത്തിൽ കൂടുതൽ ശോഭയോടുകൂടി വസിക്കുന്നവനാണ് ഭഗവാൻ. അങ്ങനെ ഇരിക്കുന്ന ഭഗവാന് നമസ്കാരം. വിഷഭയരക്ഷിത പാണ്ഡ്യ നരേശ്വര കൽപ്പിത മന്ദിര വൈദ്യപതേ ജയ ജയ ഹേ ഗുരുവാത പുരാധിപ രോഗമശേഷമപാകുരുമേ. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, അങ്ങ് വീണ്ടും വീണ്ടും ജയിച്ചാലും എൻ്റെ എല്ലാ രോഗങ്ങളെയും പരിപൂർണമായിട്ട് ഇല്ലാതെയാക്കിയാലും എന്ന് പറഞ്ഞ് നമസ്കരിക്കുന്നു, ഈ സ്തോത്രത്തെ സമർപ്പിക്കുന്നു. ചരണയുഗാഗത ഭക്തജനാർപ്പിത ദേഹതുലാഭര തുഷ്ടമതേ തവ ചരണാംബുജ മാനസ പൂന്ദന ദർശിത ദിവ്യഗൃഹാധിപതേ വിഷഭയ രക്ഷിത പാണ്ഡ്യ നരേശ്വര കൽപ്പിത മന്ദിര വൈദ്യപതേ ജയ ജയ ഹേ ഗുരുവാത പുരാധിപ രോഗമശേഷമപാകുരുമേ. ഇതായിരുന്നു 8ാമത്തെ ശ്ലോകം. അങ്ങനെ ഈ സ്തോത്രം സമ്പൂർണമായി. ഇനി 9ാമതായിട്ടൊരു ഫലശ്രുതിയാണ്. ഇത് ജപിച്ചാൽ എന്താണ് ഗുണമെന്ന് പറയുകയാണ്. ശിവദമനന്ത പദാൻവിത രാമ സുദീക്ഷിത സത്കവി പദ്യമിദം ഗുരുപവനാധിപതുഷ്ടിദമുത്തമമിഷ്ടസുസിദ്ധിദമാർത്തിഹരം പഠതി ശൃണോതി ച ഭക്തിയുതോ യദി ഭാഗ്യസമൃദ്ധിമഥോ ലഭത്തെ ജയ ജയ ഹേ ഗുരുവാത പുരാധിപ രോഗമശേഷമപാകുരുമേ. ശിവദം, ഈ സ്തോത്രം ശിവദമാണ്. ശിവത്തെ നൽകുന്നത് ശിവദം, അതായത് മംഗളത്തെ നൽകുന്നതാണ് ഈ സ്തോത്രം. അനന്ത പദാൻവിത രാമസുദീക്ഷിത സത്കവി, ഇത് രചിച്ചത് ആരാണ്? അനന്ത പദത്തോടു കൂടിയ, പദം എന്ന ശബ്ദത്തിന് ഇവിടെ വാസസ്ഥാനം, ക്ഷേത്രം എന്നൊക്കെ അർത്ഥം. ഭഗവാന്റെ വാസസ്ഥാനം വൈകുണ്ഠം എന്ന് പറയുന്നത് അനന്തമാണ്. അദ്ദേഹത്തിന് എവിടെയെങ്കിലും നമുക്ക് പരിമിതപ്പെടുത്താൻ പറ്റില്ല. അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൽ വസിക്കുന്നു, നമ്മൾ അദ്ദേഹത്തെ കാണുന്നു. പക്ഷേ ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രം പരിമിതനായി നിൽക്കുന്നവനല്ല, വിരാട് പുരുഷനാണ്, വിശ്വത്തിനെ അതിക്രമിച്ച് നിൽക്കുന്നവനാണ്. അപ്പൊ അതുകൊണ്ട് അനന്ത പദത്തോടു കൂടിയ, അതാണ് അനന്ത പദാൻവിത രാമസു ദീക്ഷിത, അങ്ങനത്തെ ഇരിക്കുന്ന രാമനിൽ ദീക്ഷയെ സ്വീകരിച്ചിരിക്കുന്ന, ആ രാമനിൽ ശരണം പ്രാപിച്ചിരിക്കുന്ന. രാമനിൽ ശരണം പ്രാപിക്കുക, രാമൻ എന്ന പദം കൊണ്ട് എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നവൻ എന്നർത്ഥത്തിൽ ഗുരുവായൂരപ്പനെ സൂചിപ്പിച്ചു. അപ്പോ അനന്ത പദാൻവിതനായ രാമനിൽ ഭക്തിയോടുകൂടി ഇരിക്കുന്ന സത്കവി പദ്യം ഇതം, സത്കവിയാൽ വിരചിതമായിട്ടുള്ള പദ്യമാണ് ഇത്. അപ്പൊ ഇവിടെ രാമസു ദീക്ഷിത എന്നുള്ളത് സത്കവിയുടെ പേരായിട്ട് എടുക്കുക. അപ്പൊ രാമദീക്ഷിതർ എന്നു പേരുള്ള ഒരു കവിശ്രേഷ്ഠനാണ് ഇത് രചിച്ചിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ അർത്ഥമെടുക്കാം. അതല്ലെങ്കിൽ രാമനെ ശരണം പ്രാപിച്ചിട്ടുള്ള സത്കവി, അങ്ങനെയാണെങ്കിൽ കവി തന്റെ പേര് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് വേണം കരുതാം. രാമദീക്ഷിതരാവാം, അല്ലെങ്കിൽ ഇങ്ങനെയും ആവാം. എങ്ങനെയാണെങ്കിലും അദ്ദേഹത്താൽ രചിക്കപ്പെട്ടിട്ടുള്ള പദ്യം, ഈ കവിത, ഈ സ്തോത്രം ഇവിടെ ശിവദമാണ്, മംഗളത്തെ നൽകുന്നതാണ്. ഗുരുപവനാധിപ തുഷ്ടിതം, മംഗളത്തെ നൽകുന്നു. മംഗളത്തെ നൽകുന്നത് എങ്ങനെയാണ്? ഗുരുപവനാധിപന്റെ തുഷ്ടിയെ അത് നൽകുന്നു. ഈ സ്തോത്രത്തെ ജപിച്ചാൽ നമ്മുടെ ഉള്ളിൽ മംഗളങ്ങൾ ഭവിക്കും. ഗുരുവായൂരപ്പന്റെ തുഷ്ടി നമുക്ക് ലഭിക്കും, ഭഗവത് പ്രസാദം നമുക്ക് ലഭിക്കും. അപ്പൊ ഗുരുവായൂരപ്പന് വളരെ സന്തോഷമുണ്ടാക്കുന്ന സ്തോത്രമാണിതെന്ന് കവി ഇവിടെ ഉറപ്പിക്കുന്നു. ഉത്തമമായ സ്തോത്രമാണ്, തുഷ്ടിതമാണ്, ഉത്തമമാണ്. ഇഷ്ടസുസിദ്ധിതം, നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അതിനെ നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ്.
ആർത്തിഹരം, ആർത്തി എന്നാൽ ദുഃഖം, ദുഃഖത്തെ ഇല്ലാതെയാക്കുന്നതാണ്. ഈ സ്തോത്രത്തിന്റെ മഹിമയെ പറയുകയാണ്. ഇത് മംഗളത്തെ നൽകുന്നതാണ്. ഭഗവാനിൽ ഭക്തിയുള്ള ഒരു കവിയാൽ രചിക്കപ്പെട്ടതാണ്, രാമദീക്ഷിതരാൽ രചിക്കപ്പെട്ടതാണ്. ഗുരുവായൂരപ്പന്റെ തുഷ്ടിയെ നൽകുന്നതാണ്, ഉത്തമമാണ്. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്തോത്രം ഇല്ല എന്ന് സൂചിപ്പിക്കാനാണ് ഉത്തമ പദം ഇവിടെ കവി ചേർത്തിട്ടുള്ളത്. കാരണം ഭക്തിയുടെ പാരമ്യത്തിൽ അദ്ദേഹത്തിന് ഭഗവാന്റെ അനുഭൂതി ഉണ്ടായിട്ടുണ്ടാവാം, ഭഗവത് പ്രസാദം അദ്ദേഹത്തിന് ദർശിതമായിട്ടുണ്ടാവാം. അപ്പൊ ആ ഒരു ഭാവത്തിലാണ് അദ്ദേഹം പറയുന്നത്, ഉത്തമ കൃതിയാണ്, നമ്മൾ എന്താഗ്രഹിച്ചാലും അത് നൽകുന്നതാണ്, നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും ഹരിക്കുന്നതാണ്. ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ദുഃഖമുണ്ടാവും. ആഗ്രഹങ്ങൾ ലഭിച്ചില്ലെങ്കിൽ ദുഃഖം, ലഭിക്കില്ലയോ എന്നോർത്ത ഭയം, ലഭിച്ചത് നഷ്ടമാകുമോ എന്നുള്ള ഭയം, ഇതൊക്കെ നമുക്കുണ്ടാവും. അപ്പൊ ആഗ്രഹങ്ങളെല്ലാം നൽകും, നൽകുന്നതിനെയെല്ലാം സംരക്ഷിക്കും, അതുകൊണ്ട് എല്ലാ ആർത്തിയെയും ഹരിക്കും. യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു. ഇല്ലാത്തത് നേടിത്തരുന്നത് യോഗം, ഉള്ളതിനെ സംരക്ഷിക്കുന്നത് ക്ഷേമം. ഇത് രണ്ടും ഭഗവാൻ ചെയ്യും, അതുകൊണ്ട് ആർത്തിയെ ഹരിക്കും. അങ്ങനത്തെ സ്തോത്രമാണ് ഇത്. ഇതിനെ പഠതി ആര് പഠിക്കുന്നുവോ, ശൃണോതി ആര് കേൾക്കുന്നുവോ, ച ഭക്തിയുതോ ഭക്തിയോടുകൂടി, യതി ഭാഗ്യ സമൃദ്ധിം അഥോ ലഭത്തെ. യതി ഭക്തിയുതോ പഠതി ശൃണോതി ച, ഒരുവൻ ശിവദമായിട്ടുള്ള ഈ പദ്യത്തെ പഠിക്കുകയും അഥവാ കേൾക്കുകയും ഭക്തിയോടുകൂടി ചെയ്താൽ, ഭാഗ്യസമൃദ്ധിം അഥോ ലഭത്തെ, അവന് ഭാഗ്യത്തിൻ്റെ സമൃദ്ധി ലഭിക്കും, അതുറപ്പാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഗുരുവായൂരപ്പൻ തന്നെ, അവന് ഗുരുവായൂരപ്പൻ തന്നെ ലഭിക്കും എന്നുറപ്പ് പറയുന്നു. മാത്രവുമല്ല, ഭഗവാന്റെ വരപ്രസാദമായിട്ട് ഒരുപാട് സൗഭാഗ്യങ്ങളും അവന് ലഭിക്കും. അതുകൊണ്ട് ഭാഗ്യസമൃദ്ധി അഥോ ലഭത്തെ. പക്ഷെ എങ്ങനെ വേണം? ഭക്തിയോടുകൂടി വേണം കേൾക്കാൻ, ഭക്തിയോടുകൂടി വേണം പഠിക്കാൻ. ഇപ്പൊ ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ കേട്ടാലും മതി, ശ്രദ്ധയോടുകൂടി ഈ സ്തോത്രത്തെ കേട്ടാലും ഈ ഫലം കിട്ടും. ഇനി അഥവാ ചൊല്ലിയാൽ വളരെ നല്ലത്, അപ്പോഴും ഈ ഫലം കിട്ടും. അങ്ങനെ പറഞ്ഞ് ജയ ജയ ഹേ ഗുരുവാത പുരാധിപ രോഗമശേഷമപാകുരുമേ. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, അങ്ങ് വീണ്ടും വീണ്ടും ജയിച്ചാലും എൻ്റെ എല്ലാ രോഗങ്ങളെയും പരിപൂർണമായിട്ടും ഇല്ലാതെയാക്കിയാലും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. ശിവദമനന്ത പദാൻവിതരാമ സുദീക്ഷിത സത്കവി പദ്യമിതം ഗുരുപവനാധിപതുഷ്ടിതമുത്തമമിഷ്ടസുസിദ്ധിതമാർത്തിഹരം പഠതി ശൃണോതി ച ഭക്തിയുതോ യതി ഭാഗ്യസമൃദ്ധിമഥോ ലഭത്തെ. ജയ ജയ ഹേ ഗുരുവാത പുരാധിപ രോഗമശേഷമപാകുരുമേ. ഇതി രോഗഹര ശ്രീ ഗുരുവാത പുരാധിപാഷ്ടകം സമ്പൂർണം. ഓം തത്സത്. അങ്ങനെ ഗുരുവായൂരപ്പനെ സ്തുതിക്കുന്ന ഈ അഷ്ടകം നമ്മുടെ എല്ലാ രോഗങ്ങളെയും ഹരിക്കുന്നത്, നമുക്ക് സൗഭാഗ്യത്തെ നൽകുന്നത്, ഭഗവാന്റെ പ്രസാദത്തെ നേടിത്തരുന്നത്, ഭഗവാനെ തന്നെ നൽകുന്നതായിട്ടുള്ള ഈ സ്തോത്രം ഇവിടെ സമാപിക്കുന്നു, സമ്പൂർണമാകുന്നു. ഈ സ്തോത്രത്തിൻ്റെ അർത്ഥത്തെ വിചിന്തനം ചെയ്യാനും ഒരുവിധമൊക്കെ അത് ഗ്രഹിക്കാനും നമ്മെ അനുഗ്രഹിച്ചിട്ടുള്ള ആ ഗുരുവായൂരപ്പനെ പ്രണമിച്ചുകൊണ്ട് ഇതിൻ്റെ ഈ എളിയ വ്യാഖ്യാനത്തെ ആ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ ഹരി ഓം.